بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. الذين يتبعون الرسول النبي الأمي الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സദാരംഗത്തും
സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. സർവശക്തനായ അല്ലാഹു തആല അവൻ്റെ ദീന് പഠിക്കാൻ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മളെയും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിക്കാനുള്ള ഭാഗ്യം തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ അർഹമുർ റഹീമീനായ നാഥൻ നമുക്ക് പൊറുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മുസ്ലിം അവൻ അറിഞ്ഞിരിക്കേണ്ട കുടുംബജീവിതത്തിലെ മര്യാദകളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ് മുതൽ നാം ആരംഭിച്ചിരിക്കുന്നത്. കുടുംബജീവിതത്തിൻ്റെ ആരംഭം വിവാഹത്തിലൂടെയാണെന്നും വധുവിനെയും വരനെയും തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആണും പെണ്ണും, ആണിൻ്റെ കുടുംബവും പെണ്ണിൻ്റെ കുടുംബവും ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ സഹോദരങ്ങളെ ഞാൻ കേൾപ്പിച്ചതാണ്. എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത്, മരണം വരെ എൻ്റെ കൂടെ ജീവിക്കേണ്ട വ്യക്തിയാണ്, അതാണാകട്ടെ പെണ്ണാകട്ടെ. അതുകൊണ്ട് തന്നെ എന്നോടൊപ്പം കഴിയുന്ന എൻ്റെ ഇണ ദീനുള്ളവനായിരിക്കണം, ദീനുള്ളവളായിരിക്കണം. അതേപോലെ തന്നെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദുനിയാവിൽ തീർന്നു പോകുന്ന ഒന്നിനും പ്രാധാന്യം നൽകാതെ ദുനിയാവിലും പരലോകത്തും നിനക്ക് വിജയം കൈവരിക്കാൻ മതബോധം തന്നെയാണ് വിവാഹത്തിൻ്റെ അന്വേഷണ സമയത്ത് പരിഗണിക്കേണ്ടത് എന്നും നമ്മളൊക്കെ കേട്ട് മനസ്സിലാക്കിയതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വിവാഹം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിവാഹം ചെയ്യണം, അൽ വദൂദ, നന്നായി സ്നേഹിക്കുന്നവളെ, സ്നേഹം നൽകാൻ കഴിയുന്നവളെയാണ് കല്യാണം കഴിക്കേണ്ടത്. അൽ വലൂദ്, അതേപോലെ ധാരാളമായി പ്രസവിക്കുന്ന പെണ്ണിനെ. അത്തരം കുടുംബങ്ങളിൽ ആ നിലക്ക് സ്നേഹിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്ന പെണ്ണിനെയായിരിക്കണം വിവാഹം ചെയ്യേണ്ടത് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, നാം അറിയേണ്ടതാണ്, ഏത് സമയമാകട്ടെ എപ്പോഴാകട്ടെ വിവാഹം ചെയ്യുന്ന സമയങ്ങളിൽ എൻ്റെ കൂടെ കിടക്കുന്ന ഇണ മറ്റൊരു അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന് നല്ലൊരു ബാപ്പയെ കൊടുക്കാൻ കഴിയണം, എൻ്റെ കുഞ്ഞിന് നല്ലൊരു ഉമ്മയെ കൊടുക്കാൻ കഴിയണം. ദീനീ നിഷ്ഠ നോക്കിയത് കൊണ്ട് മാത്രമേ അതുകൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഇന്നിൻ്റെ സമൂഹം മറന്നുപോയെങ്കിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നാം ആ വിഷയത്തിൻ്റെ ഗൗരവത്തെ ആവർത്തിച്ച് ചിന്തിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ആമുഖമായിട്ട് ഇത് മാത്രമാണ് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതുപോലെ തന്നെ വിവാഹത്തിൻ്റെ സമയങ്ങളിൽ നടക്കുന്ന ആചാരങ്ങളെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചെറിയ എത്തിനോട്ടമാണ് ഇന്നത്തെ ക്ലാസ്സിൽ കൊണ്ട് ഈയുള്ളവൻ ഉദ്ദേശിക്കുന്നത്. അർഹമുർ റഹീമീനായ നാഥൻ കേൾക്കുന്നതൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളിലും തലങ്ങളിലും സൂക്ഷിക്കാനും പാലിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം വിവാഹത്തെ ഒരു ആരാധനാ കർമ്മമായിട്ടാണ് കാണുന്നത്. ഇതൊരു ഇബാദത്താണ്. പൊങ്ങച്ചം കാണിക്കാനോ അഹങ്കാരം കാണിക്കാനോ ഗർവ് കാണിക്കാനോ ഉള്ള ഒരു വേദിയായിട്ടല്ല വിവാഹത്തെ നമ്മൾ ആരും കാണേണ്ടത്. ഒരു മനുഷ്യന്റെ വീട്ടിൽ നടക്കുന്ന വിവാഹം കൊണ്ട് സമുദായത്തിന് മുഴുവനായിട്ടും അതൊരു ശാപമായി തീരാൻ പാടില്ല. നമ്മൾക്കറിയാം, പ്രവാസികൾ എത്രയോ ഗൾഫുകാരെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ കാണുന്നു. 20 വർഷം കഴിഞ്ഞു, 25 വർഷം കഴിഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് പോകുന്നില്ല, എന്തുകൊണ്ട് നാട് പിടിക്കുന്നില്ല? എന്തേ ആ വ്യക്തിക്ക് പറയാനുള്ളത്? ഒരു മകൾ കൂടി കല്യാണം കഴിക്കപ്പെടാൻ ബാക്കിയുണ്ട്, അതല്ലെങ്കിൽ 2 മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിൻ്റെ പേരില സ്വന്തം ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടും സ്വന്തം നാട്ടിൽ കൂടെ ജീവിക്കാൻ മുസ്ലിം സമുദായത്തിലെ പല ആളുകൾക്കും കഴിയാത്തത്. എത്രയോ രക്ഷിതാക്കളുണ്ട്,
അവർ സ്വന്തം മകളുടെ കല്യാണത്തിന് തൻ്റെ മകളുടെ ഭർത്താവിന് തൻ്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ അനുജന്മാരെയും ജ്യേഷ്ഠന്മാരെയും അതൊരു ആ നിലക്ക് വക്കീൽ ചെയ്തുകൊണ്ട് ആ നിലക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. എന്തുകൊണ്ട് പോകാൻ കഴിയുന്നില്ല? ഞാൻ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ എടുക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ആ പണം കൊണ്ട് എൻ്റെ മകൾക്ക് 2 പവൻ ആഭരണമെങ്കിലും വാങ്ങാമല്ലോ എന്ന ചിന്തയാണ് ഈ മനുഷ്യനുണ്ടാകുന്നത്. എവിടുന്ന് വന്നു പ്രിയപ്പെട്ടവരെ? ഇത് മുസ്ലിം സമുദായത്തിലെ കുടുംബങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഏതാണ് ഈ സമുദായം? ഈ മുസ്ലിം സമുദായത്തിന്റെ പ്രത്യേകത എന്താ? ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനം സൂറത്തു അറാഫിലെ 157-ാമത്തെ വചനം. ഈ ഉമ്മത്ത്, അള്ളാഹിന്റെ ഖുർആൻ പറയുന്നത് ഈ ഉമ്മത്ത് ഇങ്ങനെയാ. ഈ ആയത്ത് കേട്ട് ഇതിന്റെ അർത്ഥം കേട്ട് പഠിച്ച് ഇന്നത്തെ വിവാഹത്തിലെ ആചാരങ്ങളും അനാചാരങ്ങളും പഠിക്കുമ്പോൾ ഇന്നിന്റെ സമൂഹത്തെ അവസ്ഥയും ഇന്നിന്റെ മുസ്ലിം സമുദായത്തിന്റെ രീതികളും ഇസ്ലാമിന്റെ രീതികളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ എന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഈ സമുദായത്തെക്കുറിച്ച് അല്ലാഹ് പറയുന്നു, അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്ത്. അല്ലാഹുവിന്റെ കരുണ ലഭിക്കുന്ന ഒരു ജനവിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. ആരാണവർ? നിരക്ഷരനായ റസൂലിനെ, നബിയെ പിൻപറ്റുന്നവരാണവർ. ആ റസൂലിനെ തൗറാത്തിലും ഇഞ്ചീലിലും ആ റസൂലിനെ കുറിച്ച് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. എന്താണ് ആ റസൂലിന്റെ പ്രത്യേകത? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി. നല്ലത് കൽപ്പിക്കുന്നവനാണ് ആ റസൂൽ. ലോകത്തിന് നന്മ പഠിപ്പിക്കാൻ വന്നതാണ് ആ റസൂൽ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. വയൻഹാഹും അനിൽ മുൻകരി. ചീത്ത കാര്യങ്ങളെ നിരോധിക്കാനും അതൊക്കെ ഇല്ലായ്മ ചെയ്യുവാനുമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വന്നത്. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതു. നല്ലതൊക്കെ അനുവദിച്ചു തരുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ. അതേപോലെ തന്നെ വൃത്തികെട്ട ചീത്തയായ കാര്യങ്ങളൊക്കെ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. വയളഉ അൻഹും ഇസ്റഹും. സഹോദരന്മാരെ, നാം പഠിക്കേണ്ടതുണ്ട്. അല്ലാഹ് പറയുന്നു വയളഉ അൻഹും ഇസ്റഹും. ആ സമൂഹത്തിന്റെ മേലുള്ള എല്ലാ ഭാരങ്ങളെയും ഇറക്കി വെക്കുന്നവനാണ് ആ റസൂൽ. സമുദായത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട സകല ജാഹിലിയ്യത്തിന്റെ ഭാരങ്ങളും ഇറക്കി വെച്ചവനാണ് ഈ റസൂൽ. വീണ്ടും പറയുന്നു അല്ലാഹു തആല, വൽ അഗ്ലാലല്ലതി കാനത് അലൈഹിം. ആ സമുദായത്തിന്റെ മുകളിലുള്ള തീർത്താൽ തീരാത്തത്ര വിലങ്ങുകളൊക്കെ അഴിച്ചു വെച്ചവനാണ് ആ റസൂൽ. എല്ലാ ജാഹിലിയ്യത്തിന്റെ ജാടകളും ഭാരങ്ങളും പൊങ്ങച്ചങ്ങളും അതിന്റെ ചങ്ങലകൾ മുഴുവനും അഴിച്ചു വെക്കാൻ ആ നിലക്ക് നല്ലതൊക്കെ കൽപ്പിച്ച, ചീത്തയായ കാര്യങ്ങളൊക്കെ നിരോധിച്ച മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സമുദായമാണ് മുസ്ലിം സമുദായം, അല്ലേ? എന്നാൽ ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്തായെന്ന്, എവിടെ എത്തിപ്പോയി? നമ്മുടെ വിഷയത്തിൽ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹത്തിന്റെ മേഖലയിൽ ഈ സമുദായത്തിന് ഭാരങ്ങളൊക്കെ അഴിച്ചു വെക്കപ്പെട്ട സമുദായമാണ് എന്ന് നാം നമ്മെക്കുറിച്ച് നമ്മുടെ ഖുർആൻ പറയുന്നുവെങ്കിലും വിവാഹം എന്തുമാത്രം ഭാരമായി പോയി, സമൂഹത്തിന്റെ ശാപമായി പോയി, അല്ലേ? പല ആളുകളും റസീറ്റും എടുത്ത് നടക്കേണ്ട, തെണ്ടേണ്ട, ജുമഅ നമസ്കാരം കഴിഞ്ഞ് പള്ളികളിൽ നിന്ന് പിരിവെടുക്കുന്ന മകളുടെ കല്യാണത്തിന് വേണ്ടി ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ എന്നെ സഹായിക്കണമെന്ന് പറയുന്ന ആളുകൾക്ക് മുമ്പിൽ യാചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തിലെ കുടുംബങ്ങളിലെ വിവാഹത്തിന്റെ മേഖല എത്തിപ്പോയി. സഹോദരങ്ങളെ, ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം നാം ആലോചിക്കേണ്ടത്. എന്തുകൊണ്ടിങ്ങനെയായി? ഇബാദത്തായിട്ട്, ഒരാരാധനാകർമ്മമായിട്ട് ഇസ്ലാം പരിചയപ്പെടുത്തിയ വിവാഹം ഇന്ന് പൊങ്ങച്ചത്തിന്റെ വേദികളായി മാറിപ്പോയിട്ടുണ്ട്. എല്ലാവർക്കും, പ്രത്യേകിച്ച് ഗൾഫുകാരന്റെ പണം 100% കാരണമായി തീരുന്നു. നാട്ടിലേക്ക് പോയി ജാട കാണിക്കുന്ന, പൊങ്ങച്ചം കാണിക്കുന്ന, അഹങ്കാരം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയി. ഇത് കണ്ട് സമൂഹത്തിലെ പാവപ്പെട്ടവരും ചിന്തിച്ചു, എനിക്കും വേണം അതുപോലെ കല്യാണം, എൻ്റെ മകൾക്കും അങ്ങനെ തന്നെ കല്യാണം കഴിക്കണം. ബാങ്കിൽ പോയെങ്കിലും പലിശക്ക് പണം വാങ്ങിയെങ്കിലും ബ്ലാഡുകാരന്റെ വലയിലേക്ക് വീണ്
ആ കല്യാണം കാരണത്താൽ സ്വന്തം കിടപ്പാടം പോലും വിറ്റുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ പോലും മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകുന്നു. സഹോദരങ്ങളെ, എല്ലാ ജാഹിലിയത്തും കുഴിച്ചു മൂടിയിട്ടാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് യാത്രയായത്. എവിടെ മുതൽ തുടങ്ങുന്നു ഈ അനാചാരങ്ങളും പൊങ്ങച്ചങ്ങളും ഒക്കെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ച വിവാഹത്തിന്റെ അന്വേഷണത്തിന്റെ ആ സമയം മുതൽ തുടങ്ങുന്നുണ്ട് ജാടകൾ, അല്ലേ? അന്വേഷണത്തിന്റെ നേരത്ത് തന്നെ നമ്മൾക്കറിയാം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു പെണ്ണിനെ വിവാഹം അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ വ്യക്തി ആരാണോ കല്യാണം കഴിക്കുന്നത് അവനവരെ നോക്കാം, ആ പെണ്ണിനെ നോക്കാം. ഒരു സഹാബി റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, റസൂലേ, ഇന്ന പെണ്ണിനെ, അൻസാറിൽപ്പെട്ട ഇന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അനളർത ഇലൈഹ, നീ അവളിലേക്ക് നോക്കിയോ? നീ അവളെ ശരിക്കും കണ്ടോ? ആ വ്യക്തി പറയും, സഹാബി പറയുന്നു, ഖാല ലാ, റസൂലേ, ഞാൻ കണ്ടിട്ടില്ല, ശരിക്കും കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫദ്ഹബ് ഫൻളുർ ഇലൈഹ, നീ വിവാഹം ചെയ്യേണ്ട പെണ്ണല്ലേ അത്, നീ പോയി ശരിക്കും ഒന്ന് നോക്കി വാ, ശരിക്കും കാണ്. അൻസാർ ഫഇന്ന ഫി അഅ്യുനിൽ അൻസാരി ഷൈഅ, അൻസാറുകളുടെ കണ്ണിൽ ചെറുതുണ്ട്, ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് ആ അൻസാരി പെൺകുട്ടിയെ ഒന്ന് കാണണം. ഇസ്ലാം അനുവദിച്ചതാണ്. വിവാഹം ചെയ്യപ്പെടുന്ന പെണ്ണിനെ, തനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെ അവൾ പോയി കാണാം. ഇസ്ലാം അനുവദിക്കുന്ന ഈ ഒരു മേഖല, അല്ലേ? ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച ഒരാചാരം. ഇന്ന് എവിടെ എത്തിയത് സഹോദരങ്ങളെ? ഈ പെണ്ണിനെ കാണാൻ പോകുന്നത് എങ്ങനെയായി? ഒരു സംഘം ആളുകളാ പോകുന്നത്. മറ്റുള്ള മതത്തിലെ വിഭാഗങ്ങളിൽ ആളുകളൊക്കെ കാണുന്നത് പോലെ, സിനിമകളിലും സീരിയലുകളിലും ഒരു പെണ്ണിനെ കാണുന്നത് പോലെ ഈ ചെക്കൻ്റെ കൂടെ, വരന്റെ കൂടെ, വിവാഹം ചെയ്യുന്ന വ്യക്തിയുടെ കൂടെ അവന്റെ കൂട്ടുകാരുടെ ഒരു പട തന്നെ പോവുകയാണ്. നിരന്നിരിക്കുന്നു, ഒരു ഉളുപ്പും ഇല്ലാതെ, അല്ലേ? ഉമ്മ തള്ളിവിടുകയാണ് ഈ പെണ്ണിനെ. ഒരു ട്രെയിൽ ജ്യൂസും കൊണ്ട് ഈ ചക്കന്മാരുടെ മുഴുവനും മുന്നിലൂടെ ഈ പെണ്ണിനെ ഒരു പ്രദർശന വസ്തുവാക്കിയിട്ട് മാറ്റുന്നു. ഏത് സമുദായം? ഈ മുസ്ലിം സമുദായത്തിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അന്വേഷണത്തിന്റെ ആ സമയം തൊട്ട് അനാചാരങ്ങളും പൊങ്ങച്ചങ്ങളും ആരംഭിക്കുകയാണ്, അല്ലേ? ഈ വ്യക്തിക്ക് ആ പെണ്ണിനോട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഈ പെണ്ണിനോട് സംസാരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, പക്ഷേ പുറത്തിറങ്ങുമ്പോ കൂട്ടുകാർക്ക് പിടിച്ചിട്ടില്ല, അല്ലേ? നീ ശരിക്കും സംസാരിച്ചോ? ആ ചോദ്യം മതി, ആ ചോദ്യം മതി. അതോടുകൂടി ആ വിവാഹം ഇതേപോലെ തന്നെ എത്ര ദുരന്തങ്ങൾ ഇത് കാരണത്താൽ ഇന്നിന്റെ സമൂഹങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. എത്രത്തോളം പൊങ്ങച്ചം കാണിക്കുന്നു. പെണ്ണ് കാണൽ ചടങ്ങിന് 100 ആളും 150 ആളും 500 ആളും അതിൽ പന്തല് കെട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം ഒരുക്കുകയാണ്. എന്തിന്? എന്റെ മകളെ ഒരാൾ പെണ്ണ് കാണാൻ വേണ്ടി വരുന്നു. ഈ സമുദായത്തിന്റെ ഗൾഫുകാരൻ, പ്രവാസികൾ നാട്ടിൽ ചെന്ന് കൊടുത്ത സംഭാവനയാണിത്. പ്രിയപ്പെട്ടവരെ, ഈ അഹങ്കാരത്തോളം വരുന്ന, ഈ പൊങ്ങച്ചത്തോളം വരുന്ന ഈ ദുഷിച്ച സമ്പ്രദായങ്ങൾ, ഈ ജാഹിലിയത്ത് നമ്മുടെ കുടുംബത്തിലോ മഹല്ലുകളിലോ ഉണ്ടാകാൻ പാടില്ല, അല്ലേ? പിന്നെയോ അതേ അന്വേഷണത്തിന്റെ സമയത്തുണ്ടാകുന്ന രണ്ടാമതൊരു അനാചാരമാണ്. ചെറുക്കൻ പോകുന്നത് തന്നെ ഒരു മൊബൈൽ ഫോണുമായിട്ടാ, അല്ലേ? ഈ ഒരു പെട്ടിയുമായിട്ടാ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നത്. എന്തിനാ പോകുന്നത്? പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം, നീ ഫേസ്ബുക്കിലുണ്ടോ? അവൾ ഇങ്ങോട്ടും ചോദിക്കാണ്, നീയുണ്ടോ, അല്ലേ? രണ്ടാമത് ഈ മൊബൈലുകൾ കൈമാറുന്നു, സിം കാർഡുകൾ കൈമാറുന്നു. എന്തിനാ? ഇസ്ലാം കണിശമായും നിഷിദ്ധമാക്കിയ ഈ നിലക്കുള്ള എല്ലാവിധ വൃത്തികേടുകളിലേക്കും എത്താൻ ഇതേപോലെ പ്രിയപ്പെട്ടവരെ ഈ മൊബൈൽ ഫോണുകളെ കൊണ്ട് ഈ രീതിയിൽ ചെയ്യുന്നു. കഠിനമായ ഹറാമിലേക്ക് എത്തുന്ന മറ്റൊരു അനാചാരമാണത്. ആ നിലക്ക് ഉമ്മമാരും ഉപ്പമാരും ഈ നിലക്ക് അനുവാദം കൊടുക്കുന്നു, അല്ലേ? ബാപ്പ ഗൾഫിലുള്ളപ്പോഴാ മകൾക്ക് അന്വേഷണം വരുന്നത്. എന്നിട്ടോ ആ ബാപ്പ ഉമ്മയോട് പറയും, ശ്രദ്ധിക്കണം. എന്നാലും ഉമ്മ ബാപ്പയോട് കളവ് പറഞ്ഞുകൊണ്ട് ഈ വ്യക്തിയോടൊപ്പം ഈ കല്യാണം അന്വേഷിച്ചു വന്ന് ഒന്ന് ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് സംസാരങ്ങളായി,
മുഴുനേരം സംസാരങ്ങളായി അല്ല, അതോടൊപ്പം തന്നെ ഉമ്മമാർ മൗനസമ്മതം കൊടുത്ത് ഈ വ്യക്തിയുടെ കൂടെ പല സ്ഥലങ്ങളിലും കറങ്ങാനുള്ള അനുവാദങ്ങളും നൽകുന്നു. സമുദായത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ, എത്രയോ പെൺകുട്ടികൾ വിവാഹത്തിന്റെ മുമ്പ് ഇതേപോലെ തന്നെ ഈ തന്നെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പിച്ച വ്യക്തിയോടൊപ്പം യാത്രകൾ ചെയ്ത് തന്നെ ഗർഭിണിയാക്കി വഴിക്ക് വെച്ച് ഉപേക്ഷിക്കപ്പെട്ട എത്രയോ സംഭവങ്ങൾ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ പത്രങ്ങളിലൂടെ, വിശിഷ്യ ഈ സമുദായത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു ചെറിയ അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ അതൊക്കെ വെണ്ടക്കയിൽ നിരത്തുന്ന സിയോണിസ്റ്റ് ശക്തിയുടെ പത്രങ്ങളും മീഡിയകളുമൊക്കെ അതിനെയൊക്കെ വലുതാക്കി കാണിക്കുന്നു. ഈ സമുദായം നാണിച്ച് തലതാഴ്ത്തപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. വിവാഹാന്വേഷണ സമയത്തുണ്ടാകുന്ന രണ്ടാമത്തെ ഒരു അനാചാരമാണിത്. ഈ നിലക്ക് ഫോണിങ്ങിലൂടെ, ചാറ്റിങ്ങിലൂടെ, സംസാരങ്ങളിലൂടെ, കൂട്ടിക്കൊണ്ടുപോകലുകളിലൂടെ ഒരു സമൂഹത്തിൽ, ഒരു കുടുംബത്തിന്റെ എല്ലാ അസ്തിത്വങ്ങളും നശിപ്പിക്കപ്പെടുകയാണ് സഹോദരങ്ങളെ. ആരുടെ മുമ്പിലും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ സ്വന്തം കുടുംബത്തെ, സ്വന്തം തറവാടിനെ, ഈ സമുദായത്തെ തന്നെ പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. പ്രിയപ്പെട്ടവരെ, കേരളക്കരയുടെ പല പ്രദേശങ്ങളിലെ പല കുടുംബങ്ങളിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാ എൻ്റെ മുമ്പിൽ നിന്ന് ഇത് കേൾക്കുന്നത്. ശിഷ്യ ഇതേപോലെ തന്നെ KNM ഓൺലൈൻ റൂമിലൂടെ കേൾക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും, അതേപോലെ റേഡിയോയിലൂടെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും നമ്മുടെയൊക്കെ കുടുംബങ്ങളെ വളരെ കണിശമായും കൃത്യമായും ഈ വൃത്തികേടിൽ നിന്ന് സംരക്ഷിക്കേണ്ടതുണ്ട്. സംരക്ഷിച്ചേ മതിയാകൂ. അപകടങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിയിട്ട് വിരൽ കടിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ മറ്റൊരാചാരം നടക്കുകയാണ് വിവാഹവുമായി ബന്ധപ്പെട്ട്, അല്ലേ? ചെറുക്കൻ പെണ്ണിനെ കാണുന്നു, രണ്ട് കുടുംബങ്ങളും വിവാഹം നിശ്ചയിക്കുന്നു. ആ നിശ്ചയം എത്രയായി? ഒരു ഡേറ്റ് നിശ്ചയിച്ചാൽ മതി. എന്തിനാ? തൻ്റെ കുടുംബക്കാരെ ഒന്ന് ആ വ്യക്തിക്ക്, ആ വരന് വലീമ നൽകാൻ, ആളുകളെ ക്ഷണിക്കാൻ. അതല്ല തൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കല്യാണമോ സൽക്കാരമോ എന്തെങ്കിലും നടക്കുമോ ഒന്നൊന്നറിയാൻ ആ രണ്ട് കുടുംബക്കാരും ഒന്നിരുന്ന് തീരുമാനിച്ച് ഒരു ഡേറ്റ് നോക്കിയാൽ മതി. ഇനി അതോ, ഈ നിശ്ചയിക്കാൻ തന്നെ നാട്ടിൽ കുറേ പ്രായമെത്തിയ കുറേ വയസ്സന്മാരുണ്ട്. അവരൊക്കെ ഇതിലേക്ക് വരണം പോലും. ഒരു വയസ്സിന് വിട്ടുപോയാൽ ആ കുടുംബത്തിലെ കല്യാണം ആ കുടുംബം മുഴുവനും ബഹിഷ്കരിക്കുകയാണ്, അല്ലേ? ഈ നിശ്ചയവും വലിയ പന്തല് കെട്ടി ആഘോഷിക്കുന്ന സമുദായം ആർക്ക് വേണ്ടി? പൊങ്ങച്ചമല്ലേ സഹോദരങ്ങളെ കാണിക്കുന്നത്? അല്ലാഹ് പറയുന്നു, വല തുബദ്ദിർ തബ്ദീറ. നീ ധനത്തിൽ ഒന്നുപോലും നീ ഈ ദൂർത്ത് കാണിച്ച് നശിപ്പിക്കല്ലേ. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. ദൂർത്ത് കാണിക്കുന്ന മനുഷ്യൻ പിശാചിന്റെ കൂട്ടാളിയാ, അല്ലേ? അല്ലാഹ് പറയാ, പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി മാത്രാണെന്ന് അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നവർക്കും അറിയാം, ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാർക്കും അറിയാം. അല്ലെങ്കിൽ കൊടുക്കുമോ ഇവര്? ഇസ്ലാമിലേറെ പുണ്യമുള്ള കാര്യ ഭക്ഷണം കൊടുക്കല്. തൻ്റെ അയൽവാസികളെ ഒന്നുമല്ലാത്ത രീതിയിൽ ഭക്ഷണം കൊടുക്കുക എന്ന സുന്നത്ത് നടപ്പാക്കുന്ന എത്ര ആളുകളുണ്ട്? എവിടെ ഉണ്ടാകൂല. പക്ഷേ ഈ നിലക്ക് കടം വാങ്ങിയിട്ടെങ്കിലും അപ്പുറത്തെ വീട്ടിലെ നിശ്ചയത്തിന് 250 ആളുകളാണെങ്കിൽ എൻ്റെ വീട്ടിലെ നിശ്ചയത്തിന് 500 ആളാകണം, അല്ലേ? അതിന് ക്ഷണിക്കാൻ വിട്ടുപോയാൽ ആ നിശ്ചയം വീടിന്റെ കോലായിൽ കയറിയിട്ടല്ല പറഞ്ഞത്, മുറ്റത്ത് വെച്ചാണ് പോലും. അത് പറഞ്ഞതിൻ്റെ പേരിൽ ആ നിശ്ചയത്തിനെന്ന് മാത്രമല്ല, കല്യാണത്തിന് തന്നെ ആ ബഹിഷ്കരണം നടത്തുന്ന ആളുകളും എല്ലാവരും പരസ്പരം ജാടകൾ കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലെ ഒരു ഇബാദത്തായ, ഇസ്ലാം ഏറ്റവും ലളിതമായി പഠിപ്പിച്ച ഒരു ഇബാദത്ത് നടപ്പാക്കാൻ ഇന്ന് സമൂഹത്തിന് കഴിയുന്നില്ല. കടങ്ങളിലേക്ക് കൂപ്പുകുത്തിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു, അല്ലേ? പറയേണ്ടതില്ല സഹോദരങ്ങളെ. വിവാഹത്തിന്റെ മേഖലയിൽ ഏറെ പടർന്നു പിടിച്ച മറ്റൊന്നാണ് സ്ത്രീധനം. ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് എടുത്തുപോയി എന്ന് പറയാമെങ്കിലും സമൂഹത്തിൽ അതിൻ്റെ തിക്തഫലങ്ങൾ ഇന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു പാവങ്ങളുടെ കുടുംബങ്ങളിൽ. ഒരു പണക്കാരന്റെ വ്യക്തിയുടെ മകൻ ഒരു പണക്കാരന്റെ വ്യക്തിയുടെ മകളെ കല്യാണം കഴിക്കുന്നു, സ്ത്രീധനമില്ല എന്ന് പറയുന്നു, ശരിയാ. പക്ഷേ അവരുണ്ടാക്കി വെക്കുന്ന പല രഹസ്യ കരാറുകളും പാവപ്പെട്ടവന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ
വിവാഹം ചെയ്യപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നുണ്ട്. ആരും ശ്രദ്ധിക്കുന്നില്ല അത്. ഇന്നും എത്രയോ കുടുംബങ്ങളിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ അതുകൊണ്ട് മാത്രം കുടുംബങ്ങളിൽ ഇസ്ലാം, അതേപോലെ അറബിക് കോളേജുകളിൽ, മതസ്ഥാപനങ്ങളിൽ ദീന് പഠിച്ച് സൽസ്വഭാവമുള്ള എത്രയോ പെൺകുട്ടികൾ പണത്തിൻ്റെ പേരിൽ മാത്രം, പണമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം വിവാഹം ചെയ്യപ്പെടാത്ത അനുഭവങ്ങൾ ഇന്നും നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്. കണ്ണൂരിൽ ഒരു പെൺകുട്ടി വളർന്നു വലുതാകുകയാണ്. ആ പെൺകുട്ടി ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരല്പം വൈകി തൻ്റെ റൂമിൽ വന്ന് ഉറങ്ങാൻ കിടന്നതാ. ഉറങ്ങിയിട്ടില്ല. തൻ്റെ ബാപ്പയും ഉമ്മയും അപ്പുറത്ത് റൂമിൽ നടത്തുന്ന സംഭാഷണങ്ങൾ ഈ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടി ശ്രദ്ധിക്കുകയാണ്. എന്താ ഉപ്പ ഉമ്മയോട് പറയുന്നത്? നമ്മുടെ മോള് വലുതായിക്കൊണ്ടേയിരിക്കുന്നു, വിവാഹത്തിൻ്റെതായ സമയമെത്തിയിട്ടുണ്ട്, എനിക്കറിയില്ല എങ്ങനെയാ ഈ മോളെ ഈ വീട്ടിൽ നിന്ന് ഒരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക എന്ന്. സ്ത്രീധനത്തിൻ്റെ കാര്യം, പണത്തിൻ്റെ കാര്യം, കടത്തിൻ്റെ കാര്യം, ഇതൊക്കെ സംസാരിക്കുന്നത് ഈ പെൺകുട്ടി മറ്റേ റൂമിൽ വെച്ച് കേൾക്കുകയാ. തങ്ങളുടെ മകൾ ഉറങ്ങിക്കിടക്കുന്നു എന്നൊരു ചിന്തയില്ല ഉമ്മയും ഉപ്പയും ഈ സംഭാഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് മുഴുവൻ കേട്ട ഈ പെൺകുട്ടി ബാപ്പക്കും ഉമ്മയ്ക്കും ഒരു കത്തെഴുതി വെക്കുകയാണ്. ഉമ്മ, ഉപ്പ, ഇത്രയും കാലം നിങ്ങൾ എന്നെ പോറ്റി വളർത്തി, അതിന് ഞാൻ നിങ്ങളോട് നന്ദി കാണിക്കുന്നു, കടപ്പാട് കാണിക്കുന്നു. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ഞാൻ ഈ വീട്ടിൻ്റെ ഒരു ഭാരമായി മാറിയെന്ന്. നിങ്ങൾക്ക് ഞാനൊരു ഭാരമായി മാറിയെന്ന് ഇന്നെനിക്ക് തിരിച്ചറിവുണ്ടായി. അതുകൊണ്ട് ഇതുവരെ എന്നെ സ്നേഹത്തിൽ വളർത്തിയ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ഭാരമായിട്ട് ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. അല്ലേ? എന്തേ കാരണം പ്രിയപ്പെട്ടവരെ? സ്ത്രീധനമെന്ന ശാപത്തിൻ്റെ പേരിൽ മുസ്ലിം സമുദായം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു നിലക്കുള്ള വൃത്തികെട്ട ഈ ഏർപ്പാടിൻ്റെ പേരിൽ അനുഭവിക്കുന്ന പല സംഭവങ്ങളുടെയും ഒന്ന് മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒന്ന്. വിവാഹം ചെയ്യപ്പെടുന്ന വേളയിൽ ഒരു പെണ്ണിന്റെ ബാപ്പക്ക് ഒരു റിയാലിന്റെ, ഒരു രൂപയുടെ ചെലവ് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇല്ല, ഒന്നുമില്ല. പെണ്ണിനെ കല്യാണം കഴിക്കുന്ന വരനാണ് വിവാഹത്തിന്റെ എല്ലാ ചെലവും വഹിക്കേണ്ടത്. അല്ലേ? കഴിഞ്ഞ ക്ലാസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു, വിവാഹത്തിന്റെ സാധ്യത എത്തിക്കഴിഞ്ഞാൽ, അവനാൽ ലൈംഗിക ശേഷി ഉണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അവൻ കല്യാണം കഴിക്കണം. പണമില്ലേ അവന്റെ കയ്യിൽ, വരന്റെ കയ്യിൽ കാശില്ലേ, മഹലിന്റെ സമുദായത്തിന്റെ ബാധ്യതയാണ് അവരെ കല്യാണം കഴിപ്പിക്കാൻ. ആ വ്യക്തിയെ സഹായിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാ. ആരെ? ആണിനെ. എന്നാലോ ഇന്ന് ആണിനെയാണ് സഹായിക്കുന്നത്? അല്ല, വിവാഹത്തിന്റെ സമയത്ത് പെണ്ണിന്റെ ബാപ്പയാണ് തറപറ്റി പോകുന്നത്. അല്ലേ? കിടപ്പാടം പണയം വെക്കുന്നത്, അത് വിൽക്കേണ്ടി വരുന്നത്, പറമ്പിന്റെ പകുതി ഭാഗം നഷ്ടപ്പെട്ടു പോകുന്നത്. ഇസ്ലാം എന്ത് പറയുന്നു? വിവാഹത്തിന്റെ സമയത്ത് പുരുഷന്മാരെ നിങ്ങൾ പെണ്ണിന് മഹർ സമ്മാനമായിട്ട് നൽകണേ. സമ്മാനമായിട്ട് നൽകേണ്ട ഒരു നിർബന്ധ ദാനം മഹർ. സ്വർണം തന്നെയാകണമെന്നില്ല, എന്തുമാകാം. അള്ളാന്റെ ഖുർആൻ തന്നെയാകാം, എന്തുമാകാം. ആ പെണ്ണിന് ആവശ്യപ്പെടാം. ആ നാട്ടിൽ സാധാരണ രീതിയിൽ പെണ്ണുങ്ങളൊക്കെ വാങ്ങുന്ന മഹർ ആ തന്നെ വിവാഹം ചെയ്യാൻ അന്വേഷിച്ചു വന്ന പുരുഷനോട് ആ പെണ്ണിന് ആവശ്യപ്പെടാം. പെണ്ണിന്റെ ബാപ്പക്ക് തോന്നിയതുപോലെ അന്വേഷിക്കുന്ന ഒന്നല്ല മഹർ. ആ പെണ്ണിന് പറയാം, ആ നാട്ടിൽ നടക്കുന്ന ആ രീതിയിൽ ആ പെണ്ണിന് ആവശ്യപ്പെടാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുരുഷനാണ് ഈ നിലക്ക് മഹർ നൽകേണ്ടത്. അതേപോലെ തന്നെ പുരുഷനാണ് കല്യാണത്തിന്റെ ദിവസം വലീമ നൽകേണ്ടത്. കല്യാണത്തിന്റെ വലീമ, വിവാഹത്തിന്റെ സദ്യ നൽകേണ്ടത് പുരുഷനാ. അല്ലേ? ആ പെണ്ണിന്റെ ഡ്രസ്സ് പുരുഷനാ നൽകേണ്ടത്. പെണ്ണിന്റെ ബാപ്പക്ക് ഒരു നയാ പൈസയുടെ ചെലവ് ഇസ്ലാമിലില്ല. എന്നാൽ ഇന്നോ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 25 കൊല്ലമായിട്ടും എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ 60 വയസ്സായിട്ടും നാട്ടിലേക്ക് പോകാൻ കഴിയുന്ന രക്ഷിതാക്കൾക്ക് പറയുന്ന ന്യായം ഇതല്ലേ? ഒരു മോള് കൂടി ബാക്കിയുണ്ട്. അല്ലേ? 10 മോളുണ്ടെങ്കിലും അന്തസ്സോടുകൂടി വീട്ടിലിരിക്കാൻ കഴിയേണ്ടതാ ഈ സമുദായത്തിലെ പെണ്ണിന്റെ രക്ഷിതാക്കൾ. ഒരു മോള് ബാക്കിയുണ്ട് കല്യാണം കഴിക്കപ്പെടാൻ. 2 മോളെ കെട്ടിച്ചതിന്റെ കടം തീർക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വീണ്ടും വന്നത്. എല്ലാ രോഗങ്ങളും പേറിയിട്ട്, എല്ലാ അസുഖങ്ങളും പേറിയിട്ട്
ഈ നിലക്ക് പ്രവാസ ജീവിതം അവസാനിപ്പിക്കാൻ കഴിയാതെ പ്രിയപ്പെട്ടവരെ അവസാനം സ്വന്തം കുടുംബക്കാർക്ക് പോലും വേണ്ടാത്ത രീതിയിൽ അല്ലേ ആ നിലക്ക നാട്ടിലേക്ക് പിടിക്കുന്നത്. നാട്ടുകാർക്കും വേണ്ട കുടുംബക്കാർക്കും വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് നാട്ടിലേക്ക് പോകേണ്ടി വരുന്നു. റെസിപ്റ്റുമായിട്ട് പള്ളിയുടെ ജുമയൊക്കെ കഴിയുമ്പോൾ നാട്ടിൽ കാണാം മോളുടെ കല്യാണണ്ട് സഹായിക്കണം. ചോദിച്ച് നാട്ടിലൊക്കെ പറയാറില്ലേ, ആളുകളോട് ചോദിച്ച് അവസാനം ഒരാളുടെ മുമ്പിലും പെണ്ണിന്റെ ബാപ്പ കൈനീട്ടേണ്ടി വന്നു. ആരുടെ മുമ്പിലാണ് നീട്ടിയത്? തൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന വരനോട് തന്നെ കൈനീട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പോയി. അല്ലേ പ്രിയപ്പെട്ടവരെ? എത്രയോ സ്ഥലങ്ങളിൽ കാണാം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ഭാഗത്ത് ഒരു സമയത്ത് കേട്ടിരുന്നു, ആ ഭാഗത്തുള്ള സമ്പ്രദായം കല്യാണം നിശ്ചയിക്കുന്ന ദിവസം ഈ സ്ത്രീധനത്തിന്റെ പകുതി തുക അന്ന് കൊടുക്കണം പോലും. എന്തിനാ കൊടുക്കുന്നത്? ഈ വരന്റെ വീട് പെയിന്റ് അടിക്കാൻ, വരന് ഡ്രസ്സ് മേടിക്കാൻ, വരന്റെ ബന്ധുക്കൾക്ക് ഡ്രസ്സ് മേടിക്കാൻ, ഈ പെൺകുട്ടിക്ക് ഡ്രസ്സ് മേടിക്കാൻ, അല്ലെ? കല്യാണത്തിന്റെ മുഴുവൻ ചെലവും ഈ പെണ്ണിന്റെ ബാപ്പ വേണം പോലും. അതെപ്പോ? വിവാഹത്തിന്റെ നിശ്ചയത്തിന്റെ അന്ന്. ബാക്കിയോ കല്യാണ ദിവസം. അതെങ്ങാനും കൊടുക്കാത്തതിന്റെ പേരിൽ മർദ്ദിക്കപ്പെട്ട, അതേപോലെ തന്നെ ജീവിതം തന്നെ അവസാനിപ്പിക്കപ്പെട്ട എത്ര കുടുംബങ്ങളുണ്ട്, എത്ര പെൺകുട്ടികളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ കുടുംബങ്ങളെ കുറിച്ച് ഒന്ന് ഗൗരവത്തോടു കൂടി പ്രിയപ്പെട്ടവരെ നാം ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. രഹസ്യമായി വാങ്ങുന്നവർ, പരസ്യമായി വാങ്ങുന്നവർ, പണമല്ല ജോലി മേടിക്കുന്ന ആളുകൾ അല്ലേ? ചിലർക്ക് അങ്ങനെയാ പറയാം, ഒന്ന് വേണ്ടട്ടോ, പക്ഷെ ഇവന്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചപ്പോ ഇത്രയാ കൊടുത്തത്, അതേ പറയൂ. ഒന്നും വേണ്ട, ഞങ്ങളൊന്നും പറയൂല, നിങ്ങൾ ആരെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുകയില്ല. പക്ഷേ ഇവന്റെ പെങ്ങളെ കല്യാണം കഴിച്ചപ്പോ മൂത്ത പെങ്ങൾക്ക് ഇത്ര കൊടുത്തിരുന്നു, രണ്ടാമത്തെ പെങ്ങൾക്ക് ഇത്ര കൊടുത്തിരുന്നു, ഇവന്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിക്കുമ്പോൾ ഇത്ര കിട്ടിയിരുന്നു. എന്താ പറഞ്ഞത്? ഇതൊക്കെ കൂട്ടി നോക്കുക നിങ്ങൾ, ആ വർഷവും കൂട്ടി നോക്കുക, അപ്പൊ ഇന്നെത്ര മൂല്യമുണ്ട് നോക്കുക, അതനുസരിച്ച് ഇങ്ങോട്ട് തന്നോ അല്ലേ? പിന്നെന്താ പറയുന്നത്? സ്ത്രീധനം ഒന്നും വേണ്ട, പക്ഷെ ഇവന് ഇന്ന് സ്കൂളൊക്കെ ഒന്ന് പറയുന്നുണ്ട്, അവിടെ സ്കൂളൊരു ചാൻസ് ഉണ്ട്, ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, അവിടെ ഒന്നുണ്ട്. അതെന്തിനാ സൂചിപ്പിക്കുന്നത് അല്ലേ? പണമാകുമ്പോ പറയാൻ ഇവന്റെ ഉളുപ്പ് സമ്മതിക്കൂല. പക്ഷേ പറയാണ് പ്രിയപ്പെട്ടവരെ, 10-15 ലക്ഷം ഇവന് സ്കൂളിൽ കയറിയിട്ട് ഈ കുടുംബം പോറ്റാൻ ഈ പെണ്ണിന്റെ ബാപ്പ ഈ നിലക്ക് ചെയ്യണം പോലും. എത്ര ആളുകൾ ഇത് വാങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര ആളുകൾ ഇത് വാങ്ങിയിട്ടുണ്ട്. നമ്മളെ സഹോദരന്മാരെ ചിന്തിക്കേണ്ടത്. മഹർ കൊടുക്കുന്നു 5 പവൻ. എന്തിനാ? 5 കൊടുത്താൽ 50 ഇങ്ങോട്ട് കിട്ടണം സ്ത്രീധനമായിട്ട്. 10 പവൻ മഹർ കൊടുത്താൽ 100 പവൻ ഇങ്ങോട്ട് കൊടുക്കണം അല്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അനാചാരങ്ങളാ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട്. ഒഴിഞ്ഞു മാറാൻ പറ്റുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഒഴിഞ്ഞു മാറാൻ ആർക്ക് കഴിയും ഈ മേഖലകളിൽ നിന്ന്? അതുകൊണ്ട് അല്ലാഹ് പറയുന്നു, മുസ്ലിം സമൂഹമേ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അനർഹമായിട്ട് നിങ്ങൾ അന്യന്റെ സ്വത്ത് തിന്നരുതേ. നിങ്ങൾ അനർഹമായിട്ട്, നിങ്ങൾ ബാത്തിലായിട്ട് ഒരാളുടെ സ്വത്തിന് മേൽ കൈവെക്കാൻ പാടില്ല, തിന്നരുതേ അല്ലേ? പെണ്ണിന്റെ ബാപ്പയുടെ പണം കൊണ്ട് പെയിന്റ് അടിക്കുകയാണ് വീട്ടിൽ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാണമില്ലേ? ഫഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത, നാണമില്ലെങ്കിൽ, ഉളുപ്പില്ലെങ്കിൽ ഫസ്ന മാ ശിഅത, ഉദ്ദേശിച്ചതൊക്കെ നീ ചെയ്തോ. ആ രീതിയിലേക്ക് എത്തിപ്പോയിരിക്കുന്നു സമൂഹം. നമ്മൾ അങ്ങനെ അനർഹമായിട്ട് തിന്നാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. നമ്മുടെ കൈ കൊണ്ട് അധ്വാനിച്ച്, പുരുഷന്മാരെ, നമ്മുടെ കൈ കൊണ്ട് അധ്വാനിച്ച് അതുകൊണ്ട് ജീവിക്കാനും ആളുകളെ, കുടുംബത്തെ പോറ്റാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അല്ലാതെ അമ്മോശം കാക്കാന്റെ പണം ഉപയോഗിച്ചിട്ടല്ല സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ പെണ്ണിനെ പോറ്റേണ്ടത്, നമ്മുടെ കുടുംബത്തെ പോറ്റേണ്ടത്. ഇസ്ലാം ഒരു വിവാഹത്തെ പരിചയപ്പെടുത്തുന്ന സൂറത്തുൽ ഖസസിലെ 27-ാമത്തെ ആയത്തിൽ നമ്മൾക്കറിയാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ഖുർആൻ പറയാം, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് യുവാവായ മൂസാ നബി അങ്ങാടിയിലേക്ക് ഇറങ്ങി. തൻ്റെ ഗോത്രക്കാരനും തൻ്റെ എതിർ ഗോത്രക്കാരൻ തമ്മിലൊരു അടി. തൻ്റെ ഗോത്രക്കാരൻ മൂസാ നബിയെ വിളിച്ച് സഹായം ചോദിച്ചു, സഹായം ചെയ്തു കൊടുത്തു. മറ്റേ ഗോത്രക്കാരനെ ഒന്നടിച്ചേ ഉള്ളൂ, ആ വ്യക്തി മരിച്ചുപോയി. പിറ്റേ ദിവസം അങ്ങാടിയിലേക്ക് ഇറങ്ങി. ഇതേ തൻ്റെ ഗോത്രത്തിൽപ്പെട്ട വ്യക്തി തന്നെ മറ്റൊരാളുമായിട്ട് ശണ്ട കൂടുന്നു. അപ്പൊ മൂസാ നബിക്ക് തോന്നി, ഇവൻ ആള് പെശക,
അപ്പൊ ഈ വ്യക്തിയുടെ സമീപത്തേക്ക് ഒരല്പം ദേഷ്യത്തിൽ പോകുമ്പോ ആ വ്യക്തി പറയാണ്, മൂസ, നീ ഇന്നലെ മറ്റൊരാളെ കൊന്നതുപോലെ ഇന്ന് എന്നെ കൊല്ലാൻ വേണ്ടി വരികയാണോ? അതുവരെ ആർക്കും അറിയില്ലായിരുന്നു ഇന്നലെ മൂസാ നബിയാണ്, മൂസാ നബി അടികൊണ്ടാണ് മറ്റേയാള് മരിച്ചത് എന്ന്. സമൂഹത്തിൽ അത് പാട്ടായി, ആ നാട്ടില് പാട്ടായി. മൂസാ നബിക്ക് ആ നാട് വിട്ടു പോകേണ്ടി വന്നു. ആ യാത്രക്കിടയിൽ തളർന്ന അവശനായിട്ട് ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോഴാണ് രണ്ട് പെൺകുട്ടികൾ. ആ പെൺകുട്ടികൾ വെള്ളമെടുക്കാൻ വേണ്ടി വരുന്നു. നാട്ടുകാരൊക്കെ വെള്ളമെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ പെൺകുട്ടികൾക്ക് കഴിയുന്നില്ല. അവരുടെ ദൗർബല്യം കൊണ്ട്, ആ മറ്റുള്ള ആളുകളുടെ പോക്കിരിത്തരം കൊണ്ട് അവർക്ക് വെള്ളം കിട്ടുന്നില്ല. മൂസാ നബി അവർക്ക് സഹായം നൽകി, സഹായിച്ചു കൊടുത്തു, വെള്ളം നിറച്ചു കൊടുത്തു. ആ രണ്ട് പെൺകുട്ടികളും വീട്ടിലേക്ക് പോയി. ശുഐബ് നബിയുടെ രണ്ട് പെൺകുട്ടികളായിരുന്നു അത്. വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു, ബാപ്പാ, ആ വ്യക്തിക്ക് ഒരു കൂലി കൊടുക്കണം, നിങ്ങൾ സമ്മാനം കൊടുക്കണം. അങ്ങനെ മൂസാ നബിയെ വിളിക്കാൻ വേണ്ടി അവരെ പറഞ്ഞയച്ചു. മൂസാ നബി ശുഐബ് നബിയുടെ വീട്ടിലേക്ക് പോയി. എന്താ രണ്ട് പെൺകുട്ടികളുടെ ബാപ്പ മൂസാ നബി കൊടുക്കുന്ന സമ്മാനം? ഒരു വിവാഹം നടക്കുന്നത് കേട്ടോ നിങ്ങൾ. ഖുർആൻ പറയാണ്, മൂസാ നബിയോട് ശുഐബ് നബി പറയാണ്, ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതയ്യ ഹാതൈനി അലാ അൻ തഅ്ജുറനി 8 ഹിജജ്. മൂസ, രണ്ട് പെൺകുട്ടികളിൽ ഒരുത്തിയെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരാം, കല്യാണം കഴിച്ചു തരാം. എന്താ കണ്ടീഷൻ? നീ എനിക്ക് 8 കൊല്ലം കൂലിപ്പണി എടുക്കണം. പെണ്ണിന്റെ ബാപ്പ പുതിയാപ്പിളിനോട് പറയാണ്, എന്റെ മോളെ കല്യാണം കഴിച്ചു തരണമെങ്കിൽ 8 വർഷം നീ എനിക്ക് കൂലിപ്പണി നടത്തണം, എന്റെ ആടുകളെ വെക്കണം നീ. രണ്ടാമത്തെ ഡയലോഗ് എന്താണെന്നറിയോ? ഫഇൻ അത്മംത 10 ഫമിൻ ഇൻദിക്. ഇനി നീ 10 വർഷം കൂലിപ്പണി എടുക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം. ഞാൻ എത്രേ പറയുന്നുള്ളൂ? എനിക്ക് 8 വർഷം ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. വമാ ഉരീദു അൻ അശുക്ക അലൈക. താങ്കൾക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മോളെ കെട്ടിക്കണോ? 8 വർഷം എനിക്ക് കൂലിപ്പണി ചെയ്തോ. തൻ്റെ മകൾക്ക്, തൻ്റെ പെൺകുട്ടികൾക്ക് ഒരു സഹായം ചെയ്തു കൊടുത്തതിന് സമ്മാനമായിട്ട് തൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ ബാപ്പ അന്തസ്സായിട്ട് പറയുന്നതായത്, മോളെ കല്യാണം കഴിച്ചു തരണമെങ്കിൽ 8 കൊല്ലം കൂലിപ്പണി എടുത്തോ, ഇനി വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് 10 വർഷം ആക്കിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ താങ്കൾക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾക്ക് സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ. അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നിനക്ക് എന്നെ കാണാൻ കഴിയും. നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയ സഹോദരി സഹോദരന്മാരെ, ഇതെങ്ങാനും ഇന്നൊരു പെണ്ണിൻ്റെ ബാപ്പയാ ഒരു പുതിയാപ്പിളയോട് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? നമ്മൾ സങ്കല്പിച്ചു നോക്കിയേ, ഇന്നൊരു മോളെ, തൻ്റെ മോളെ ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയി എന്നതിൻ്റെ കാരണത്താൽ ആ വ്യക്തിയുടെ കാലിൻ്റെ മുമ്പിൽ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയി. ഇസ്ലാമിൽ അങ്ങനെയില്ല. എത്ര പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുമ്പോഴും പെണ്ണിൻ്റെ ബാപ്പക്ക് ഒരു ചെലവുമില്ല. സഹോദരങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കണം, ഈ നിലയ്ക്ക് സ്ത്രീധനം അത് കണ്ടീഷൻ ചെയ്യുന്ന ഒരു പണമാണ്. നിങ്ങളുടെ മോളെ ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് വീട് വേണം, എനിക്ക് അറ സൗകര്യങ്ങൾ വേണം, പ്രത്യേകമായ റൂം വേണം, ഇന്ന ഭക്ഷണം വേണം, ഇത്ര പൊന്ന് വേണം, ഇത്ര സ്വത്ത് വേണം, ഇത്ര പണം വേണം, എന്ത് കണ്ടീഷനാണെങ്കിലും അതൊക്കെ സ്ത്രീധനാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ സ്ത്രീധനം സമ്മാനാണോ? ചിലരൊക്കെ പറയാറുണ്ട് ഇതൊരു സമ്മാനല്ലേ. സമ്മാനാണെങ്കിൽ ഈ പെൺകുട്ടിയെ ത്വലാഖ് ചെല്ലുമ്പോൾ പിന്നെ എന്തിനാ ഈ സമ്മാനം കൊടുത്ത ഒരു സമ്മാനം കൊടുത്തത് എന്താ തിരിച്ചു ചോദിക്കുന്നത്? ഛർദ്ദിച്ചത് തിരിച്ച് പിന്നീട് കുടിക്കുന്നത് പോലെയല്ലേ ഒരു സമ്മാനം കൊടുത്ത സമ്മാനം തിരിച്ചു വാങ്ങൽ? ഇപ്പൊ സമ്മാനമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു കേസാകുമ്പോൾ ഇരട്ടിക്കിരട്ടിയാ ചോദിക്കുന്നത് അല്ലേ? അപ്പൊ സമ്മാനമല്ല. കടാണോ? ഇത് കടല്ല. പിന്നെ എന്താ ഈ സ്ത്രീധനം? ആർക്കും അറിഞ്ഞൂടാ. സമൂഹത്തിലെ ചില പുരോഹിതന്മാർ ആയത്തോതി പറയുന്നു സ്ത്രീധനം വാങ്ങുന്നത് അള്ളാഹ് വിലക്കിയിട്ടില്ല എന്ന്. ഏതായത്ത്? ഇതേ ആയത്ത് തന്നെ, വആതുൻ നിസാ സദഖാതിഹിന്ന നിഹ്ല എന്ന് പറഞ്ഞ ആയത്തിന്റെ ബാക്കി, ഫഇൻ തിബിന ലക്കും അൻ ശൈഇൻ മിൻഹു നഫ്സൻ ഫകുലുഹു ഹനീഅൻ മരീആ. അങ്ങനെ നിങ്ങൾ കൊടുത്ത മഹറിൽ നിന്ന് പിന്നീട് അവർ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ അത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് തിന്നോ. എപ്പോഴാണിത് പറയുന്നത്? കൊടുത്ത മഹറിൽ നിന്ന് ആ പെൺകുട്ടി സന്തോഷത്തോടു കൂടി നിനക്ക് എപ്പോഴെങ്കിലും തരികയാണെങ്കിൽ. അല്ലാതെ കണ്ടീഷൻ വെച്ചിട്ട് വാങ്ങുന്ന സ്ത്രീധനത്തിനല്ല ഈ ആയത്ത്. എന്നിട്ടും ഇതറിയുന്ന ആളുകൾ ജൂതന്മാരുടെ പാരമ്പര്യം പിൻപറ്റിയിട്ട് അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഈ നിലക്ക് വളച്ചൊടിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ട് ഒന്നേ എൻ്റെ ശ്രോതാക്കളോട്, എൻ്റെ പൊന്നു സഹോദരന്മാരോട്, സഹോദരിമാരോട് പറയാനുള്ളൂ, നമ്മൾ വാങ്ങരുത്. വാങ്ങിയവർ തിരിച്ചു കൊടുക്കുക. അത് തീർന്നുപോയോ, നക്കി തീർന്നുപോയ നമ്മളിൽ നിന്ന് അമ്മോശന്റെ മുമ്പിലേക്ക് പോയിട്ട് പറയാം, വിവരമില്ലാത്ത കാലത്ത് എന്നോട് വാങ്ങിപ്പോയി, ഇന്ന് തിരിച്ചു തരാൻ എനിക്ക് കഴിയുന്നില്ല, ഒന്നുകിൽ നിങ്ങൾ മാപ്പാക്കണം, അല്ലെങ്കിൽ ഇത്ര സമയം എന്താ, ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. അറിയണം പ്രിയപ്പെട്ടവരെ, ആ പെണ്ണിന്റെ ആങ്ങളമാരും എല്ലാവരും അനുഭവിക്കേണ്ട സ്വത്തിൽ നിന്നാണ് നമ്മൾ അന്ന് വാങ്ങിയത് എന്ന് നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. വാങ്ങിയവർ തിരിച്ചു കൊടുക്കുക, മാപ്പ് പറയുക. ഇനിയോ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ഇത്തരം കല്യാണത്തിന് പോകാതിരിക്കുക, ബഹിഷ്കരിക്കുക. വീട്ടിൽ വരുമ്പോഴേ പറയുക, ചോദിക്കുക, സ്ത്രീധനം വാങ്ങിയിട്ടാണോ ഈ കല്യാണം? എന്നെ നീ ക്ഷണിക്കണ്ട. പാഠം പഠിപ്പിക്കണം. മഹല്ലുകൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വിശിഷ്യ സ്ത്രീകളാണ് ഈ വിഷയത്തിൽ ഏറെ കരുതേണ്ടത്. പുരുഷനേക്കാളും സ്ത്രീധനത്തിന്റെ വിഷയത്തിൽ പെണ്ണുങ്ങൾ തന്നെയാ മുമ്പിൽ, അല്ലേ? വിവാഹത്തിന്റെ ദിവസം പെണ്ണിനെ വരന്റെ വീട്ടിലാക്കി കഴിഞ്ഞാൽ ആദ്യം വരന്റെ പെങ്ങളും ഉമ്മയെ നോക്കുന്നത് എന്താ? ആ പെണ്ണ് വിശക്കുന്നുണ്ടോ ഒന്നൊന്നല്ല നോക്കുന്നത്. പെണ്ണിന്റെ കയ്യിൽ എത്ര പൊന്നുണ്ട്, എത്ര വളണ്ട്, അല്ലേ? പറഞ്ഞതൊക്കെ ഉണ്ടോ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് പൊന്നാണോ, അല്ല ഒറിജിനൽ തന്നെയാണോ, 916 അതല്ല 22 പറ്റിച്ചോ? ഇതൊക്കെയാ നോക്കുക. കൈപിടിച്ച് തൂക്കം നോക്കുന്ന ആളുകൾ, അല്ലേ? ഉമ്മയാ ഇതിന്റെ പേരിൽ പെണ്ണിനെ ബുദ്ധിമുട്ടിക്കുന്നത്. സ്ത്രീയുടെ ശാപം സ്ത്രീ തന്നെയായിട്ട് മാറുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റാണെന്നറിയാത്ത ഒരാളുമില്ല. നിന്റെ നെഞ്ചിൽ ചൊറിച്ചൽ ഉണ്ടാക്കുന്നത് ആ തെറ്റ്. വിവാഹത്തിന്റെ ദിവസം വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾ, അല്ലേ? ആ വാഹനത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും പെണ്ണിന്റെ വാപ്പക്ക് വലിയ സന്തോഷമാണ് എന്ന്, അല്ലേ? ഹാർട്ട് പൊട്ടിപ്പോകുന്ന പുക പോലെ തോന്നിപ്പോകും. അത്ര ആളുകളോട് കടം എരന്ന് വാങ്ങിയിട്ടാ ഈ കാറ് നിനക്ക് തന്നത്, ഈ പൊന്ന് തന്നത്, അല്ലേ? കല്യാണം കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുമ്പോൾ പെണ്ണിന്റെ ബാപ്പ ഇന്നത്തെ സമൂഹത്തിൽ എന്താ ചെയ്യുന്നത്? കടത്തെക്കുറിച്ച് ഓരോന്ന് ആലോചിക്കുക. കല്യാണം കഴിഞ്ഞു, നാളെയാണ് ഇന്ന ജ്വല്ലറിയോട് അവധി പറഞ്ഞത്, മറ്റന്നാളാണ് ഇന്ന വ്യക്തിയോട് അവധി പറഞ്ഞത്. എന്ത് ചെയ്യും? കണ്ണിന്റെ മുമ്പിൽ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥ നമ്മൾ കാരണത്താൽ ഒരാൾക്കും ഉണ്ടാകരുത്. പിന്നെയോ വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റനാചാരാണ്, അല്ലേ? ദുഷിച്ച സമ്പ്രദായങ്ങളാണ് ഈ കല്യാണത്തിന്റെ ദിവസങ്ങൾ തന്നെ. ഈ സമൂഹത്തിൽ ഇന്നും മാറ്റപ്പെടാത്ത ഒന്നാണ്, കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതും പ്രവാസികൾ അത് നാട്ടിലാകെ വ്യാപിപ്പിച്ചു കഴിഞ്ഞു. എത്ര ദിവസങ്ങളാ കല്യാണം? ഇസ്ലാമിലെ കല്യാണം എന്ന് പറയുന്നത് വരൻ വന്നിരിക്കുന്നു, പെണ്ണിന്റെ ബാപ്പ ഇരിക്കുന്നു, അള്ളാഹുവിന്റെ നാമത്തിൽ ഇത്ര മഹറിന് എൻ്റെ മകളെ ഞാൻ താങ്കൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പെണ്ണിന്റെ ബാപ്പ പറയാണ്. വരൻ ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. 2 സാക്ഷി ഉണ്ടാകണം. ഇസ്ലാമിലെ കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. പിന്നെയോ റസൂലുള്ളാഹി ഒന്ന് പറയുന്നു, ഒന്ന് പരസ്യപ്പെടുത്തണം നിങ്ങൾ കല്യാണം. അലിനു ഹാദൻ നിക്കാഹ്, ഈ വിവാഹത്തെ നിങ്ങളൊന്ന് പരസ്യപ്പെടുത്തണം. നാളെ ഈ പെണ്ണിന്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങാടിയിലൂടെ പോകുമ്പോ ഇതേതാണ് ഈ പെണ്ണ് എന്ന് ആളുകൾ ചോദിക്കുന്നതിന് പകരം ഇന്ന ദിവസം കല്യാണം കഴിക്കപ്പെട്ട വധൂവരന്മാരാണ് എന്ന് ആളുകൾ ഒന്നറിയാൻ ഒന്ന് പരസ്യപ്പെടുത്തിയാൽ മതി. അത്രയേ വേണ്ടൂ. ഇസ്ലാമിലെ വിവാഹം വളരെ ലളിത, ചെറിയ ചടങ്ങുകളാണ്. പക്ഷെ ഈ വിവാഹം എന്ന് ദിവസങ്ങളായി മാറി. VIP-കൾക്ക് ഒരു ദിവസമായി, തൻ്റെ മറ്റുള്ള ആളുകൾക്ക് മറ്റൊരു ദിവസമായി മാറി. മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ, അല്ലേ, ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. തലേന്നും പിറ്റേന്നും പൊടിപൊടിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഭക്ഷണം കൊടുത്ത് അതൊക്കെ അത് വർദ്ധിച്ചിന്ന് കല്യാണത്തിന്റെ തലേ ദിവസം മുസ്ലിം കുടുംബങ്ങളിലെ കല്യാണങ്ങൾക്ക് പോലും ബീറുകളും ബ്രാൻഡുകളും പോലും വിതരണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയില്ലേ പ്രിയപ്പെട്ടവരെ? എല്ലാവരും മൗനം പാലിക്കുക. അത് ഒരു ദിവസമല്ലേ എന്ന്, ഒരു ദിവസമല്ലേ? ഇതുവരെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിച്ച കുടുംബങ്ങൾ പോലും ഈ നാട്ടുകാർക്ക് വേണ്ടി പൊങ്ങൽ ചങ്ങാണി പൊടിപൊടിക്കുകയാണ്, അല്ലേ? എത്ര ലക്ഷങ്ങളായത് ആർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ? നമ്മൾ പറയും നമ്മുടെ കയ്യിൽ കാശുണ്ടായിട്ടാ എന്ന്. അതാ ഞാൻ പറഞ്ഞത്, സമൂഹത്തിലെ മറ്റുള്ള ആളുകൾക്കും ഒരു ശാപമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെയൊക്കെ വീട്ടിലെ കല്യാണങ്ങൾ. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറഞ്ഞേ മതിയാകും. ദിവസങ്ങളോളം ഇതേപോലെ തന്നെ കല്യാണം അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നു.
ആ നിലക്ക് എല്ലാ നിലക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിലക്കുള്ള പൊങ്ങച്ചങ്ങളും ദൂർത്തുകളും കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അള്ളാഹ് പറയുന്നു, മനുഷ്യ നീ അഹങ്കാരം കാണിക്കല്ലേ, വലാ തംഷി ഫിൽ അർളി മറഹ, അഹങ്കാരത്തോടുകൂടി നീ ഭൂമിയിലൂടെ നടക്കല്ല. ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല, നിനക്ക് ഭൂമിയെ മുറിക്കാൻ കഴിയൂല, ആകാശത്തോളം പർവ്വതത്തോളം ഉയരത്തിലെത്താനും നിനക്ക് കഴിയൂല. നിന്റെ കയ്യിലെ കാശെറിഞ്ഞിട്ട് പണമെറിഞ്ഞിട്ട് എല്ലാം നീ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നു അല്ലേ? എല്ലാവരും നല്ല ഭക്ഷണ നല്ല ഭക്ഷണ നല്ല ഭക്ഷണ എന്ന് പറഞ്ഞ് പോകുന്നു. ഇതിനു വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തത്? ഇതൊക്കെ നീ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? ജാടക്ക് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നിന്റെ കല്യാണത്തിന് ഭക്ഷണത്തിന് അവകാശമുള്ള ഭക്ഷണത്തിന് അർഹതയുള്ള എത്രയോ പാവങ്ങൾ നിന്റെ നാട്ടിലെ അയൽപക്കത്തുണ്ടായിരുന്നു. ഒരാളെപ്പോലും നീ പരിഗണിച്ചിട്ടില്ല. ഭക്ഷണം തിന്ന് കൊതി തീർന്ന മടുത്തുപോയ ആളുകളെ തന്നെയാ നിന്റെ കല്യാണത്തിന് നീ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കണം. അതേപോലെ തന്നെ കല്യാണത്തിന് ദിവസങ്ങൾ നടക്കുന്ന അനാചാരങ്ങളും തോന്നിവാസങ്ങളും അല്ലേ? പെണ്ണ് രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ എല്ലാം ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്തേ മതിയാകുന്നുള്ളൂ. ഇന്ന് അതും അതിൻ്റെ അധുനാധിക സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്താ നമ്മളൊക്കെ ന്യായം പറയുന്നത്? ഇസ്ലാം ഒരു ഇബാദത്തായിട്ട്, ഒരു ആരാധനാകർമ്മമായി, പവിത്രമായ ഒരു കർമ്മമായിട്ട് കണക്കാക്കിയ കല്യാണത്തെ ഇന്ന് എന്താക്കി കളഞ്ഞു പ്രിയപ്പെട്ടവരെ? ഈ പെണ്ണിന്റെ രണ്ടാങ്ങളമാർ, ഈ പെണ്ണിന്റെ മൂത്താപ്പയുടെ മകൻ, മൂത്താപ്പയുടെ മകൾ ഗൾഫിലാണെന്ന പേര് പറഞ്ഞിട്ട് എല്ലാം വീഡിയോയിൽ ഒപ്പിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാ രംഗങ്ങളും എല്ലാ വൃത്തികേടുകളും പെണ്ണുങ്ങൾക്കിടയിലൂടെ ആണുങ്ങൾ ഇങ്ങനെ കയറിയിറങ്ങുകയാണ്. പണ്ടൊക്കെ രണ്ടാളുകൾ കയറിയിറങ്ങുമായിരുന്നു ഈ ക്യാമറയും അതിൻ്റെ ലൈറ്റുമായിട്ട്. ഇന്നെല്ലാം ചെറുതായി അല്ലേ? എല്ലാവരുടെയും മൊബൈലുകളിൽ ഈ ക്യാമറ കണ്ണുകളാ. ആളുകൾ കാണുന്ന ക്യാമറ, ആളുകൾ കാണാത്ത ക്യാമറ. ആരെയാ എടുക്കുന്നത്? ഇവൻ ആരെയൊക്കെ ഒപ്പിയെടുക്കുന്നു ഒന്നും അറിയുന്നില്ല. ആ ക്യാമറ കണ്ണുകളിൽ അത് സീഡിയാക്കി അതിൽ എഡിറ്റിങ്ങുകൾ നടത്തി അതിൽ മ്യൂസിക്കുകളൊക്കെ ഇട്ട് അത് ഗൾഫിലേക്ക് അയക്കുന്നു. എത്ര കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. എഡിറ്റിങ്ങുകൾ നടത്തിയിട്ട് ഗൾഫുകാരിൽ പലരും ഇത് കൈമാറിയിട്ട് ഒരു നേരം പോക്കിന് ഇങ്ങനെ സീഡികൾ കാണുമ്പോൾ ഒരാൾ ആലോചിക്കുക, എൻ്റെ ഭാര്യയും ഇന്ന വ്യക്തിയും എത്ര നേരമാ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. എന്തോ ഒരു നാട്ടുകാര്യം പറഞ്ഞതായിരിക്കും. ഇവൻ ഗൾഫിലെ റൂമെന്ന് ആലോചിക്കുക, എൻ്റെ പെണ്ണല്ലേ ഏത്, എൻ്റെ മോളല്ലേ ഏത്, എൻ്റെ പെങ്ങളല്ലേ ഏത്, അവളെന്താ ഇവനുമായിട്ട് സംസാരിക്കുന്നു. പിന്നീട് ആ സംശയ കണ്ണോടുകൂടി അതിന് കാണുന്നു എത്രയോ ബന്ധങ്ങൾ വഷളാകുന്നു. പല മഹല്ലുകളും കേരളക്കരയിൽ ബഹിഷ്കരിച്ചിരുന്നു. പക്ഷേ ആ ബഹിഷ്കരണങ്ങളെ വെല്ലുന്ന രീതിയില സുന്നത്തിന്റെ വാഹകരെന്ന് പറയുന്ന നമ്മുടെയൊക്കെ മഹല്ലുകളിൽ പോലും പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളിൽ നടക്കുന്നത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദര, എൻ്റെ വീട്ടിൽ ഇത് നടമാടാൻ പാടില്ല. ഈ അമിതമായിട്ടുള്ള ഫോട്ടോ ഭ്രമം, ഇരിക്കുന്നത് അത് തന്നെ 4 എണ്ണം, നിൽക്കുന്നത് അത് 8 എണ്ണം അല്ലെ? എന്തൊക്കെ ഫോട്ടോകളാ! പെണ്ണിനെ അപ്പുറത്ത് നിർത്തി ഇപ്പുറത്ത് നിർത്തി, അവൻ അപ്പുറം നിന്ന് ഇവൻ ഇപ്പുറം നിന്ന്, കൂട്ടത്തിൽ നിന്ന് ഒറ്റക്ക് നിന്ന്, എന്തൊക്കെ അല്ലേ? രാവിലെ ഇറങ്ങാ ഈ പെണ്ണിനെയും കൊണ്ട് അന്യപുരുഷൻ എവിടേക്ക്? പുഴക്കരയിലേക്ക് പോകുന്നു, പാടത്തേക്ക് പോകുന്നു, തെങ്ങിൽ ചാരി നിർത്തി ഫോട്ടോ. എന്തൊക്കെ രീതിയിലാ പ്രിയപ്പെട്ടവരെ? ഇതാണോ ജീവിതം? ഈ ഫോട്ടോയും ഈ വീഡിയോയും വൈവാഹിക ജീവിതത്തിലെ പവിത്രമായ ജീവിതവും തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്ന് വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് അറിയാമല്ലോ അല്ലേ? ഇതൊക്കെ ആരൊക്കെയോ നമ്മുടെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിച്ച ചില ദുശീലങ്ങളാ. ഈ ജാഹിലിയത്ത് മുഴുവനും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഈ ഭാരങ്ങളൊക്കെ ഇതൊക്കെ ഇന്ന് ദൂർത്തിന്റെ പേരിൽ, പൊങ്ങച്ചത്തിന്റെ പേരിൽ അല്ലേ, വലിയ മേനി നടിക്കാൻ ആളുകൾ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാടില്ല. നമ്മൾ ഇത്തരം കർമ്മങ്ങളിലേക്ക്, ഇത്തരം ആചാരങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. ഇതേപോലെ തന്നെ നിക്കാഹിന്റെ നേരത്ത്, വിവാഹത്തിന്റെ ഏറ്റവും മഹത്തായ സമയത്ത് പോലും അല്ലേ, എങ്ങനെയാ പോകുന്നത് തന്നെ ഈ കല്യാണം കഴിക്കുന്ന വ്യക്തി ഒരു സ്വർണ്ണ ചെയിൻ കഴുത്തിൽ അണിഞ്ഞിട്ടാ. എന്താ ഈ മാല മഹറായിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കൂട്ടുകാരണിഞ്ഞിട്ട മോതിരങ്ങൾ അണിഞ്ഞിട്ട് ആര് പുരുഷൻ ഒരു കയ്യിൽ സ്വർണവും
മറുകയിൽ പട്ടുവസ്ത്രവും ഉയർത്തിപ്പിടിച്ച് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഹാദൈനി ഹറാമുൻ ലിദുകൂരി ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് ഇത് രണ്ടും ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു, സ്വർണവും പട്ടും. ഇതാണ് പുരുഷൻ അണിയുന്നത്. കുറച്ചു നേരത്തേക്കല്ലേ, ഒരു അര സെക്കൻഡ് പോലും ഒരു പുരുഷൻ ഒരു സ്വർണ്ണം അണിയാൻ പാടില്ല. നമ്മുടെ മക്കളെയും അണിയിപ്പിക്കാൻ പാടില്ല, നമ്മളും അണിയാൻ പാടില്ല. നമ്മുടെ നേതാവ് നമ്മൾക്കത് നിഷിദ്ധമാക്കി. നരകമാ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ നിലക്ക് മാലയണിഞ്ഞു പോകുന്നു. ഇതേപോലെ തന്നെ നിക്കാഹിന്റെ സദസ്സിലേക്ക് ബൊക്കയുമായി പോകുന്നു അല്ലേ? ഓഡിറ്റോറിയ കല്യാണങ്ങളിൽ തെക്കൻ ജില്ലകളിലും അതേപോലെ മധ്യ കേരളങ്ങളിലും അതേപോലെ തന്നെ വടക്കൻ മലബാറിലും ഒക്കെ പല കല്യാണങ്ങളിലും കാണാം ഓഡിറ്റോറിയങ്ങളിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഈ ബൊക്കകൾ കൈമാറുന്ന, മാലകൾ പരസ്പരം കൈമാറുന്ന ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് പല ആചാരങ്ങളും കടമെടുത്തുകൊണ്ട് ആളുകൾക്ക് മുമ്പിൽ ഇതൊരു പ്രദർശന വസ്തുവായി മാറിയിട്ട് പ്രിയപ്പെട്ടവരെ ആരെയൊക്കെയോ അനുകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയിട്ടുണ്ട്. ആരെയൊക്കെയോ പേരിന് ഒരു മുസ്ലിയാർ വേണം, ഒരു ഖാദിയാർ വേണം. എന്തിന്? എന്തോ ഒന്ന് ചൊല്ലിക്കൊടുക്കാൻ, അതിന് മതി. പല മഹല്ലുകൾക്കും എന്ത് തോന്നിവാസങ്ങൾ ചെയ്താലും കുഴപ്പമില്ല, പള്ളി കമ്മിറ്റിക്ക് ഒരു കല്യാണത്തിന് ഇത്ര പൈസ കിട്ടണം, അത് കിട്ടിയാൽ മതി അല്ലേ? അത് വേറൊരു ചൂഷണാണ്, അത് കിട്ടിയാലും മതി. ആളുകൾ എന്തും ചെയ്തോട്ടെ, നിനക്ക് ഫാത്തിയ വേണോ, വേണമെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട, അതൊക്കെ മറ്റൊരു വിഷയം. ഇതൊക്കെ ബിദ്അത്തും അനാചാരങ്ങളുമാണ്. പക്ഷേ പല മഹല്ലുകളും പള്ളിക്ക് കിട്ടേണ്ട പൈസ, അതല്ലെങ്കിൽ ഖാദിക്ക് കിട്ടേണ്ട പൈസ കിട്ടിയാൽ രണ്ട് കുടുംബത്തിനും എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോട്ടെ. എന്തുകൊണ്ടാ? കല്യാണത്തിന്റെ രാവിലെ തന്നെ രണ്ട് കുടുംബത്തിലെ ആളുകളും അദ്ദേഹത്തെ വ്യക്തിപരമായി പോയി കണ്ടിട്ടുണ്ട്, കയ്യിൽ പിടിപ്പിച്ചിട്ടുണ്ട്. മൗനം പാലിക്കണം, ഒന്നും മിണ്ടാൻ പാടില്ല. അത് സ്വകാര്യമായി നടന്ന സംഭവമാണ്. അതുകൊണ്ടോ കല്യാണ വീട്ടിലെ എല്ലാ തോന്നിവാസങ്ങൾക്കും പലതിനും നിർദ്ദേശങ്ങൾ നൽകേണ്ട ആളുകൾ തന്നെ പ്രിയപ്പെട്ടവരെ മൗനാനുവാദം നൽകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഇതേപോലെ തന്നെ നമ്മുടെയൊക്കെ നാടുകളിലില്ലേ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലില്ലേ, മഹല്ലുകളില്ലേ പ്രിയപ്പെട്ടവരെ ദുഷിച്ച വൃത്തികെട്ട ഏർപ്പാട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? കല്യാണം കഴിക്കുന്ന ആരാണോ വിവാഹം ചെയ്യുന്നത് ആ വ്യക്തിയാണ്, ആ വരനാണ് ആണിന്റെ കുടുംബത്തിനും പെണ്ണിന്റെ കുടുംബത്തിനും ആരെയൊക്കെ ക്ഷണിക്കുന്നുവോ അവർക്കൊക്കെ വലീമ നൽകേണ്ടത് അല്ലേ? വലീമ നൽകേണ്ടത് പുരുഷന്റെ ബാധ്യതയാണ്, അത് അവനാ നൽകേണ്ടത്. പെണ്ണിന്റെ ബാപ്പ വിവാഹവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം നൽകേണ്ടതില്ല. പക്ഷെ ഇന്നോ ഡിമാൻഡ് വെക്കുകയാണ് പെണ്ണിന്റെ വീട്ടുകാരോട്, എൻ്റെ കൂടെ, എൻ്റെ മോന്റെ കൂടെ ഇത്ര ആളുകൾ ഉണ്ടാകും, അവർ വരും, അവർക്ക് സ്പെഷ്യൽ ഫുഡാണ്, സ്പെഷ്യൽ ഭക്ഷണമാണ് അല്ലേ? ഇതിനു വേണ്ടി രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ വയറുകാലിയാക്കി നടക്കുന്ന കുറെ തീറ്റപ്പട്ടാളോ. എന്നിട്ടോ പോയിട്ട് എന്തെങ്കിലും ഒന്നിന് കുറവ് വന്നാൽ അതിൻ്റെ പേരിൽ പോലും ത്വലാഖ് നടന്ന സംഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതിൻ്റെ പേരിൽ പോലും ത്വലാഖുകൾ നടന്ന സംഭവങ്ങൾ മുസ്ലിം കുടുംബങ്ങളിലുണ്ട്, മുസ്ലിം മഹല്ലുകളിലുണ്ട്. സഹോദരന്മാരെ, കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി പോയിട്ട് പറയും പോലും ഇപ്പൊ തുടങ്ങിയ ഏർപ്പാടാ വടക്കൻ മലബാറിൽ. കല്യാണത്തിന്റെ തലേ ദിവസം പോയിട്ട് പറയും പോലും നാളെ ഇന്നതൊക്കെ വേണം, കൃത്യമായി അംഗീകരിക്കണം. 100 ആള് വരും, എന്നിട്ടോ അത് പറഞ്ഞ് 250 ആള് പോകും. എന്തിനാ? തറ പറ്റിക്കാൻ, ആളുകളെ പറ്റിക്കാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് കേൾക്കുന്ന ഓരോ ആണും പെണ്ണും ചിന്തിക്കേണ്ടതുണ്ട്. ആണാണെങ്കിൽ എൻ്റെ കല്യാണത്തിന്, അതല്ലെങ്കിൽ എൻ്റെ മോന്റെ കല്യാണത്തിന് എൻ്റെ മകൻ തന്നെ വിവാഹ സദ്യ നൽകേണ്ടതുണ്ട്. സഹോദരിമാരെ, നിങ്ങളുടെ ആങ്ങളമാർ, ആൺകുട്ടികൾ ആര് കല്യാണം ചെയ്യുകയാണെങ്കിലും അമ്മോശന്റെ പോയി നക്കി തിന്നാൻ നമ്മുടെ മോന്റെ ആങ്ങളയുടെ കൂട്ടുകാരെ എന്നല്ല, ആങ്ങളെപ്പോലും അനുവദിക്കാൻ പാടില്ല. എന്നിട്ടല്ലേ മറ്റുള്ള ആളുകളെ വലീമ നൽകേണ്ടത് പുരുഷന്റെ ബാധ്യതയാണ്, അവനാണത് നൽകേണ്ടത്. സുലത പറയുന്നു, ഏറ്റവും വൃത്തികെട്ട സദ്യയും വലീമ തന്നെയാണ്, വിവാഹ സദ്യ തന്നെയാണ്. എന്തുകൊണ്ട്? ഫുഖറാക്കളെ, പാവപ്പെട്ടവരെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു, ധനികന്മാരെ അതിലേക്ക് ക്ഷണിക്കുന്നു. ഭക്ഷണം ആവശ്യമുള്ളവരെ ക്ഷണിക്കില്ല, ഭക്ഷണം ആവശ്യമില്ലാത്തവരെ ക്ഷണിക്കുന്നു. വിവാഹ സദ്യകളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട സദ്യയാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അല്ലേ? പാവപ്പെട്ടവരെ വിളിക്കില്ല, വിളിക്കും. എന്തിനു വിളിക്കുന്നു? ആ ടേബിൾ തുടക്കാൻ വേണ്ടിയിട്ട് അല്ലേ? പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടികളെ വിളിക്കും. എന്തിന്? വിവാഹത്തിന്റെ 4-5 ദിവസങ്ങൾക്ക് മുമ്പേ ആ വീട്ടിൽ പോയിട്ട് എല്ലാ നിലക്കും അധ്വാനിക്കണം,
ഇതിനല്ലേ പാവപ്പെട്ടവർ, ഇതിനല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ക്ഷണിക്കുന്നത്? സഹോദരി സഹോദര, ഇത്തരം ദുഷിച്ച എല്ലാ ഏർപ്പാടുകളിൽ നിന്നും നമ്മൾ മാറേണ്ടതുണ്ട്. ആ നിലക്കുള്ള സദ്യ, വിവാഹത്തിന്റെ ഒരു സദ്യ പെണ്ണിന്റെ കുടുംബക്കാർ നൽകുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പുരുഷനാണ് നൽകേണ്ടത്. ആ സുന്നത്താണ് നമ്മുടെയൊക്കെ നാടുകളിൽ നടപ്പാക്കപ്പെടേണ്ടതും. എന്താണോ കഴിയുന്നത് അത് നൽകുക. പച്ചവെള്ളമാണെങ്കിൽ ആ പച്ചവെള്ളം നൽകുക. അത് കടം മേടിച്ചിട്ട് നൽകാൻ വേണ്ടിയിട്ടല്ല, അപ്പുറത്തുള്ളവർ നൽകിയിട്ട് അതിനേക്കാൾ ഇരട്ടി നൽകാൻ വേണ്ടിയിട്ടല്ല, അല്ലേ? എന്തെങ്കിലും ഒന്ന് കഴിയുന്നത് നൽകുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെയോ ഇതേപോലെ തന്നെ പുതിയാപ്പിള പോക്ക് പോയിട്ട്, അല്ലേ, പോകുമ്പോ തന്നെ മോതിരം അണിഞ്ഞിട്ടാ പോകുന്നത്, ഹറാമ് ധരിച്ചിട്ടാ പോകുന്നത്. പോകുമ്പോ ഈ ചെറുക്കനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുക, ബാപ്പ പറഞ്ഞു കൊടുക്കുക. വടക്കൻ മലബാറുകളിലൊക്കെ കാണാം, ഇപ്പോഴും കാണാം. ഈ സ്വർണ്ണമോതിരം നീ പെണ്ണിന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നീ പെണ്ണിന്റെ ഉമ്മ നിനക്ക് റാഡോ വാച്ചുമായിട്ട് വരുമ്പോ, അതല്ലെങ്കിൽ വില കൂടിയ വാച്ചുമായിട്ട് വരുമ്പോ ഈ മോതിരം അയച്ചു കൊടുത്താൽ മതി. മുമ്പേ കൊടുക്കരുത് കേട്ടോ, ഒരു താക്കീത. മുമ്പേ ഇതെങ്ങാനും കൊടുത്തിട്ട് വാച്ച് കിട്ടിയില്ലെങ്കിലോ സ്വർണത്തിന്റെ പൈസ നഷ്ടായില്ലേ? അതുകൊണ്ട് ആ വാച്ച് കിട്ടുമെന്ന് ഉറപ്പായാൽ ഇത് ഊരിക്കൊടുക്കുക. ആര് പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഈ ഏർപ്പാട്? ആര് പഠിപ്പിച്ചു? അറയുടെ ഏർപ്പാട്, സമ്പ്രദായങ്ങൾ, അല്ലേ? ഇതൊക്കെ സമുദായത്തിലെ ഒരു ജാഹലിയത്ത് തിരിച്ചു വന്ന് ഈ സമുദായത്തിന്റെ മേൽ ഭാരമായിട്ട് മാറുന്ന ആളുകൾ കണ്ണൂരിൽ കാണാം. ഇന്നും എടുക്കപ്പെട്ടു പോയിട്ടില്ല. കണ്ണൂരിന്റെ തെരുവോരങ്ങളിൽ, കണ്ണൂരിന്റെ പല പ്രദേശങ്ങളിലും പണ്ടുകാലത്ത് ചെറുതായി തുടങ്ങി ഇന്നതൊരു വലിയ ഒരു ആചാരമായി മാറി. ചെറുക്കന്റെ കൂടെ ഒരു പട്ടാളം വരുന്നു പെണ്ണിന്റെ വീട്ടിലേക്ക്. എന്തിനാ? പെണ്ണിന്റെ വീട്ടിന്റെ ഗേറ്റിന്റെ സമീപത്തെത്തിയിട്ട് അവർ കയറില്ല പോലും, ചെറുക്കനെ കയറ്റില്ല പോലും. അവിടെ വെച്ചിട്ട് എല്ലാ തോന്നിവാസങ്ങളും നിറഞ്ഞ പാട്ടുകൾ പാടുകയാണ്. പണ്ടൊക്കെ ഒരു 500 രൂപ കൊടുത്താൽ, ഒരു 1000 രൂപ കൊടുത്താൽ ആ പാട്ട് അവസാനിപ്പിച്ച് ഈ തീറ്റപ്പട്ടാളം അങ്ങോട്ട് കയറുമായിരുന്നു. ഇന്നതോ എന്ന അഭിമാനത്തിന്റെ പ്രശ്നമായി മാറി. ഈ പെണ്ണിന്റെ വീട്ടുകാർ, ഈ പെണ്ണിന്റെ ഉമ്മ ബാപ്പയോട് പറഞ്ഞു കൊടുക്കുക, അപ്പുറത്തെ വീട്ടിൽ 1000 കൊടുത്തത്, നമ്മൾക്ക് അഭിമാനം മോശാക്കണ്ട, ഒരു 2500 നിങ്ങൾ കൊടുക്കൂ. ഇന്നത് 10,000 കഴിഞ്ഞു, 25,000-ഓളം എത്തിയ വാർത്തകൾ ഈ ഉള്ളവൻ അറിയാം. പ്രിയപ്പെട്ടവരെ, അത് കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക പെണ്ണുങ്ങൾ. എന്നിട്ടാ ഈ തോന്നിവാസം നിറഞ്ഞ പാട്ടുകൾ അവസാനിപ്പിച്ചിട്ട് ഈ വീട്ടിലേക്ക് കയറിപ്പോകുന്നത്. ഇതൊക്കെ മറുസമുദായങ്ങൾ കാണുമ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിൽ കണ്ടോ പ്രിയപ്പെട്ടവരെ? അഴിഞ്ഞാട്ടങ്ങളാ ഈ സമൂഹത്തിലെ വിവാഹം. പവിത്രമായ ഒരു ബന്ധം, കുടുംബജീവിതത്തിലെ അതിൻ്റെ ഒന്നാമത്തെ കവാടമായ വിവാഹം തന്നെ അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത ഒരു ഏർപ്പാടായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഭക്ഷണത്തിന്റെ വിഷയം പറയേണ്ടതില്ല. ഭക്ഷണത്തിന്റെ വിഷയം പറയേണ്ടതില്ല. ആളുകൾക്ക് വയറ് നിറയലല്ല, എന്നെ ആളുകൾ അറിയട്ടെ, അത്രമാത്രം ഭക്ഷണം എൻ്റെ വീട്ടിലുണ്ട്, അത്രമാത്രം ബാക്കിയുമുണ്ട് എന്ന് ആളുകൾ അറിയട്ടെ എന്നുള്ള നിലക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭക്ഷണം നൽകുന്നതും. നിയന്ത്രിക്കണം സഹോദരങ്ങളെ നമ്മൾ. അള്ളാഹ് പറയുന്നില്ലേ, ഇസ്രാഫ് കാണിക്കാൻ പാടില്ല, ഇബ്താർ കാണിക്കാൻ പാടില്ല. എന്താ ഇസ്രാഫ്? എവിടെയാ അള്ളാഹ് ഇസ്രാഫിനെ കുറിച്ച് പറഞ്ഞത്? കുലു വഷ്റബു, നിങ്ങൾ തിന്നോ കുടിച്ചോ, വലാ തുസ്രിഫു. ഇസ്രാഫ് കാണിക്കാൻ പാടില്ല, ദൂർത്ത് കാണിക്കാൻ പാടില്ല. അനുവദിച്ച കാര്യങ്ങൾ അതിൽ ദൂർത്ത് കാണിക്കലാണ് ഇസ്രാഫ്. എന്നാൽ ഇബ്താറോ വലാ തുബദ്ദിർ തബ്ദീറ, ഹറാമായ ഒരു കാര്യത്തിന് ഒരു റിയാൽ കൊടുക്കുകയാണെങ്കിൽ അത് ദൂർത്ത. ഇത് രണ്ടും ഇനി വിവാഹത്തിന്റെ ദിവസങ്ങളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലേ? പറയേണ്ടതില്ല പ്രിയപ്പെട്ടവരെ. വിവാഹത്തിന്റെ ദിവസം എല്ലാവരും ഹാപ്പിയില്ല, സന്തോഷത്തില. പെണ്ണ് സന്തോഷത്തില, കുടുംബക്കാര് സന്തോഷത്തില, ആണും കുടുംബക്കാരെ സന്തോഷത്തില. സർവാധിനാഥനായ അല്ലാഹു തആല തൻ്റെ ഒരടിമയുടെ കല്യാണത്തിന്റെ ആ സമയം, അള്ളാഹുവിൻ്റെ ആ ഒരു പ്രത്യേകമായ അവസ്ഥ എന്തായിരിക്കും? ഇതുവരെ ഇസ്ലാമിക വേഷം ധരിച്ച ഒരു പെൺകുട്ടി, ഇതുവരെ മഫ്ത ധരിച്ച, മുഖമക്കിന ധരിച്ച ഒരു പെൺകുട്ടി വിവാഹം ചെയ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നത് എന്തിനാ? ആളുകൾ പറയാം, അല്ലേ? കല്യാണത്തിന്റെ തലേ ദിവസം ഉമ്മാന്റെ കുടുംബക്കാർ കൊടുത്ത വസ്ത്രം ധരിക്കണം പെൺകുട്ടി, കല്യാണ ദിവസം ബാപ്പാന്റെ കുടുംബക്കാർ കൊടുത്ത വസ്ത്രം. ഈ രണ്ട് വസ്ത്രത്തിന്റെയും കോലെന്താ? 5000-ഉം 10,000 കൊടുത്ത് മേടിച്ച വസ്ത്രമാ, അലക്കാൻ പറ്റില്ല, അല്ലേ? ഈ വസ്ത്രം ധരിച്ചാലും പെണ്ണിന്റെ എല്ലാ ഭാഗങ്ങളും പുറത്ത് തന്നെയാ. 10 പെണ്ണിനെ പൊതിയാൻ കഴിയുന്ന സാരിയാണെങ്കിലും പെണ്ണിന്റെ പള്ളയുടെ ഭാഗം പുറത്താ. പെണ്ണിന്റെ എല്ലാ നിന്യോന്യതകളും പുറത്ത് വെളിവാകുന്നു. ഇത് ധരിച്ചുകൊണ്ട് വീട് വിട്ട് പുറത്തിറങ്ങി പോകുന്ന പെൺകുട്ടിയെ കാണുമ്പോൾ
നമസ്കരിക്കുന്ന ബാപ്പയ്ക്ക് പോലും പ്രതികരിക്കാൻ കഴിയുന്നില്ല. പറഞ്ഞുകൂടെ പ്രിയപ്പെട്ടവരെ, കുടുംബക്കാരെ, അത് ഉമ്മയുടേതാകട്ടെ ബാപ്പയുടേതാകട്ടെ, ഇതുവരെ ഈ മകൾക്ക് ഇത്ര വയസ്സാകുന്നവരെ ഞങ്ങൾ വസ്ത്രം മേടിച്ചു കൊടുത്തുവെങ്കിൽ ഇനിയും ഞങ്ങൾക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാമിക വേഷം തന്നെ ധരിപ്പിച്ച് എൻ്റെ മകളെ പുറത്തിറക്കൂ എന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. നല്ലവരാണ് എന്ന് കരുതുന്നവർ പോലും അന്ന് കണ്ണടക്കുക. നമ്മൾ പാടില്ല സഹോദരന്മാരെ. എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ പെൺകുട്ടികളുമുണ്ട്. ചെറുക്കൻ്റെ വീട്ടുകാർ എത്ര പണം കൊടുത്ത് മേടിച്ച വസ്ത്രമാണ്, അത് ഇസ്ലാമിക വേഷമല്ലെങ്കിൽ അതൊക്കെ വലിച്ചെറിഞ്ഞ് ഞാൻ ഇസ്ലാമിക വേഷം ധരിച്ച് നിങ്ങളുടെ കൂടെ വരൂ എന്ന് വാശി പിടിക്കുന്ന, അതില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് ഞാൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷം പെൺകുട്ടികളും നമ്മുടെയൊക്കെ നാടുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല ആ ഈമാനികമായ ബോധം നമ്മൾക്കൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷെ ആളുകൾ പതറിപ്പോകുകയാണ്. ഈ നിലക്ക് കല്യാണത്തിന് ദിവസം ഇങ്ങനെ, കല്യാണം കഴിഞ്ഞാലോ പിന്നെ പറയേണ്ടതില്ല. അനാചാരങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ആ വിവാഹ ദിവസം മുതൽ, അല്ലേ സഹോദരങ്ങളെ? സൽക്കാരത്തിന്റെ പേര് പറഞ്ഞ്, അല്ലേ, ഒന്നാമത്തെ സൽക്കാരത്തിന് അത് ആ നിലക്ക് ആ പെൺകുട്ടി വരന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് ആരും അറിയാതെ കേൾക്കാതെ പേടിച്ച് കരഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുക. കാരണം ഈ പെൺകുട്ടിക്കറിയാം എങ്ങനെ ഞാൻ ഈ വീട്ടിലെത്തിയെന്ന്. പക്ഷേ ഈ പെൺകുട്ടി പറയാ കരഞ്ഞുകൊണ്ട്, ഉമ്മ ഉപ്പ ഇതാ ഈ വീട്ടിലേക്ക് എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠന്റെ വധുവിനെ കൊണ്ടുവന്നപ്പോ, സൽക്കാരത്തിന് അവരൊക്കെ വന്നപ്പോ ഇന്നതൊക്കെയാ കൊണ്ടുവന്നത്, എൻ്റെ ഉമ്മ എന്നോട് ഇന്നതൊക്കെ ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട് വരണേ എന്ന് ആവശ്യപ്പെടുന്നു കരഞ്ഞുകൊണ്ട് പെൺകുട്ടി. കല്യാണം കൊണ്ട് തന്നെ ഈ ബാപ്പ കടത്തില്ല. പിന്നെയും ആളുകളിൽ നിന്ന് യാചിച്ച് മേടിച്ച് പ്രിയപ്പെട്ടവരെ ഇതേപോലെയൊക്കെ കൊണ്ടുവരുന്നു. ഏത് മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ, ഏത് വീട്ടിലേക്ക്? ഒരു മുസ്ലിം കുടുംബത്തിലേക്ക്. നമ്മുടെ കുടുംബങ്ങളുണ്ടോ? ഇത് കേൾക്കുന്ന ഓരോരുത്തരും സഹോദരനും സഹോദരിയും ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾക്ക് എല്ലാവരെയും മാറ്റാൻ കഴിയില്ല. നമ്മുടെ കുടുംബത്തെയെങ്കിലും ഈ നിലക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കാൻ നമ്മൾക്ക് സാധിക്കണം. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഇതേപോലെയുള്ള അനാചാരങ്ങൾക്കൊക്കെ മൗനസമ്മതം കൊടുക്കുന്ന ആളുകൾ, അതിൻ്റെ അപ്പുറത്ത് പറയേണ്ടതില്ല. പള്ള കാണാൻ പോക്ക്, അവളെ കൊണ്ടുവരാൻ പോക്ക്, അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നു, എല്ലാം ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ്. ഇതിനൊക്കെ തീറ്റപ്പട്ടാള റെഡിയായിട്ടുണ്ടാകുകയും ചെയ്യും, അല്ലേ? ഒരു ഇസ്ലാമിക സദസ്സിലേക്ക് വിളിച്ചാൽ എന്തൊക്കെ അസൗകര്യങ്ങൾ ആളുകൾ പറയാ. ഒരു ദീനിന്റെ സദസ്സിലേക്ക് ഒരു നഖമൊന്ന് കുത്തിപ്പോയാൽ അതിൻ്റെ വേദനയുണ്ട് എന്ന് പറഞ്ഞിട്ട് ദീനിന്റെ സദസ്സിലേക്ക് ആരും വരൂല. എന്നാലോ ഈ വൃത്തികെട്ട ഏർപ്പാടിനൊക്കെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അഥവാ കഴിക്കാൻ കഴിഞ്ഞാലോ എന്ന് കരുതിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, അല്ലേ? ആ രീതിയിലേക്ക് തിന്നാൻ പോകുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതും പറയാത്തതുമായ ഓരോ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെയൊക്കെ നാടുകളിലെ പലതരത്തിലുള്ള അനാചാരങ്ങളൊക്കെ എല്ലാം എടുത്തു മാറ്റപ്പെടേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ല, ഇസ്ലാമിലെ വിവാഹം വരൻ, അതേപോലെ തന്നെ പെണ്ണിന്റെ ബാപ്പ, പെണ്ണിന്റെ വലി ആരാണെങ്കിൽ അവൾ, ഈ മഹറിന് എൻ്റെ മോളെ ഞാൻ താങ്കൾക്ക് നൽകിയിരിക്കുന്നു, വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, ഇത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, 2 സാക്ഷികൾക്ക് മുമ്പാകെ പറഞ്ഞാൽ പവിത്രമായ ഒരു ബന്ധത്തിന്റെ തുടക്കമായി ഇസ്ലാമിലെ വിവാഹം. ആ വിവാഹമാണെന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കടങ്ങളിലേക്ക് ആളുകൾ കൂപ്പുകുത്തിപ്പോയി കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യകൾ ചെയ്യുന്നവർ, സ്വന്തം കിടപ്പാടം വിൽക്കുന്നവർ, അതേപോലെ തന്നെ ബ്ലേഡുകാരൻ്റെ മുമ്പിൽ ജീവൻ പണയം വെക്കുന്ന ആളുകൾ, അല്ലേ? ഇതൊക്കെ എത്തുന്നു. സഹോദരി സഹോദര, മാറ്റുക, നാം ചിന്തിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ 3-ാം ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കടമകളെക്കുറിച്ചും മര്യാദകളെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. ഇശാ നമസ്കാരത്തിന് തന്നെ ഈ പള്ളിയിലേക്ക് എത്താൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ക്ലാസ് ആരംഭിക്കേണ്ടതുണ്ട്. അർഹമുർ-റഹീമായ നാഥൻ നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക രംഗത്ത് നടപ്പാക്കാനുള്ള എല്ലാവിധ തൗഫീഖും നമ്മൾക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മളിൽ സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുർ-റഹീമായ നാഥൻ നമ്മൾക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളും ഖബറിൻ്റെ ഫിത്നയും അദാബും പരലോകത്തിൻ്റെ
ശിക്ഷയിൽ നിന്നും നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് ശമനം നൽകുമാറാകട്ടെ. അള്ളാഹുവെ, മുസ്ലിമായിട്ട് തന്നെ ജീവിക്കാനും അങ്ങനെ തന്നെ മരിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്കൊക്കെ നീ ആ ദുരിതങ്ങളൊക്കെ അവസാനിക്കാനും നിർഭയത്വം നൽകുകയും ചെയ്യണം റഹ്മാനെ. അവരിൽ നിന്ന് മരണപ്പെട്ടവരെ നീ ഷഹീദുകളാക്കണം റഹ്മാനെ. രോഗികൾക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. ഇസ്സത്തോടുകൂടി മുസ്ലിമായി ജീവിക്കാൻ ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലുള്ള മുസ്ലിമീങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.